കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. എൻ്റെ പേര് ബെഞ്ചമിൻ പോൾ എന്നാണ്. ഇതിനു മുമ്പ് ഹല്ലേലൂയ എൻ്റെ പേര് വേറൊരു പേരായിരുന്നു. ആമേൻ. ഞാൻ ഗസറ്റിൽ കൊടുത്ത് പേരൊക്കെ മാറ്റിയതാണ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. കുഞ്ഞുനാൾ മുതലേ ഈ കൊച്ചു പ്രായത്തിൽ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. ഹല്ലേലൂയ എൻ്റെ മാതാപിതാക്കൾ ഹല്ലേലൂയ അവർ മൂലമറ്റത്ത്, ഇടുക്കിയിലെ മൂലമറ്റത്താണ് ഇലക്ട്രിസിറ്റി ബോർഡ് ജോലി ചെയ്യുകയായിരുന്നു. എൻ്റെ പിതാവ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരനും ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു. ഞങ്ങൾ മൂലമറ്റത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പോൾ ഞങ്ങളുടെ പൂർവികരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടി പറയണമല്ലോ. പൂർവികർ മാന്ത്രിക പാരമ്പര്യമായിരുന്നു. എൻ്റെ അപ്പൻ്റെ അപ്പൂപ്പൻ അദ്ദേഹമാണ് അവസാനത്തെ മന്ത്രവാദി. അപ്പോൾ ഞങ്ങളുടെ കുടുംബം, ഞങ്ങൾ തെലുങ്ക് സംസാരിക്കുന്ന, ഞങ്ങളുടെ മാതൃഭാഷ തെലുങ്കാണ്. ഞങ്ങൾ കമ്പളത്ത് നായ്ക്കർ എന്ന് പറയുന്ന ഒരു വംശത്തിലാണ് ഞങ്ങൾ ജനിച്ചു വളർന്നത്. പക്ഷേ ചെറുപ്പത്തിൽ എനിക്ക് തെലുങ്കൊക്കെ അറിയാമായിരുന്നു. വളർന്നപ്പോൾ ഞാൻ മറന്നുപോയി. പക്ഷേ ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ കുടുംബത്തിലെ ഞങ്ങളുടെ പൂർവികരെല്ലാം ഞങ്ങളുടെ ആ ഗോത്രം എന്ന് പറയുന്നത് 9 ഗോത്രങ്ങളുണ്ട്. 9 കമ്പളം എന്ന് പറയുന്നത് ഒരു ഗോത്രം പൂജാരി ഗോത്രമാണ്. ആ ഗോത്രത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങൾ മാതാപിതാക്കൾക്ക് ശരീരത്തിൽ ശക്തികൾ വരുമായിരുന്നു. അവർ പ്രവചിക്കുമായിരുന്നു, പല കാര്യങ്ങൾ പറയുമായിരുന്നു. അതൊക്കെ സത്യമായിട്ട് ഭവിക്കുമായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ ചെറുപ്പം പോലെ ഞാൻ ഇത് കണ്ടു വളർന്നു. ഞാനും ഭയങ്കര ഭക്തനായി വളർന്നു. കുഞ്ഞുനാളിൽ ഹല്ലേലൂയ ഞാൻ എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ കുളിച്ച് എൻ്റെ അച്ഛൻ കണ്ടെന്ന് അനുകരിച്ചായിരിക്കാം ഞാനും കുളിച്ച് ഈറനെടുത്ത് ഞാൻ ചെന്ന് എൻ്റെ അച്ഛനും അമ്മയും പൂജിക്കുന്ന ആ ശക്തികളെയെല്ലാം ഞാൻ ഉപാസന ചെയ്യുമായിരുന്നു. എനിക്ക് അത്രത്തോളം ഭയങ്കര ഭക്തനായിരുന്നു ഞാൻ എന്നാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഭയങ്കര ഭക്തിയായിരുന്നു എൻ്റെ മാതാപിതാക്കൾ കാണിച്ച ദൈവത്തെ. ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഞാൻ സന്യാസികളെപ്പോലെ വീട്ടിലുള്ള കമണ്ഡലമൊക്കെ എടുത്തു വെച്ച്, ഒരു ചുറ്റിക കയ്യിലെടുത്ത് വെച്ച്, രുദ്രാക്ഷമാല വെച്ച് ഓം ഓം എന്ന പ്രണവമന്ത്രം ജപിക്കുന്ന ഒരു സ്വഭാവം കുഞ്ഞുനാളിലെ ഉണ്ടായി. അപ്പോൾ എൻ്റെ മാതാപിതാക്കൾ വിചാരിച്ചു എൻ്റെ അപ്പൻ്റെ അപ്പൂപ്പൻ അവസാനത്തെ മന്ത്രവാദി, ഭയങ്കര പുള്ളി മാന്ത്രികൻ മാത്രമല്ല, പുള്ളി പൂജാരിയാണ്, എല്ലാമാണ്. അദ്ദേഹം വീണ്ടും ജനിച്ചു എന്നാണ് അവർ വിചാരിച്ചത്. അതുകൊണ്ട് എൻ്റെ അച്ഛന് ഭയങ്കര റെസ്പെക്റ്റായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നോട് ഭയങ്കര കാര്യമായിരുന്നു. കാരണം പുനർജന്മം അവർ വിശ്വസിക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ അപ്പൂപ്പൻ, അത് എനിക്ക് പരദാത എന്ന് ഹിന്ദിയിൽ പറയും, അപ്പൂപ്പൻ്റെ അപ്പൻ, അദ്ദേഹമാണ് വീണ്ടും ജനിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ആത്മാവ് അദ്ദേഹമായതുകൊണ്ട് എന്നോട് ഭയങ്കര റെസ്പെക്റ്റാണ്. എന്നെ ഭയങ്കര സാർ എന്ന രീതിയിൽ അയ്യ എന്നൊക്കെയാണ് വിളിക്കുന്നത്. എൻ്റെ പേര് ചേർത്ത് വിളിക്കത്തില്ല. അത്രത്തോളം എൻ്റെ അച്ഛൻ എന്നെ എന്നെ പൂർവ്വജന്മം അല്ല എൻ്റെ അപ്പൂപ്പനാണ് ജനിച്ചതെന്നുള്ള വിശ്വാസമായിരുന്നു അവർക്ക്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പക്ഷേ ഞാൻ വളർന്നു വന്നു, ഞാൻ ഭക്തനായി വളർന്നു. പക്ഷേ എനിക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്. അതേ അപ്പൂപ്പൻ്റെ സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ആ അപ്പൂപ്പൻ ഭയങ്കര ദേഷ്യക്കാരനാണെന്നാണ് പറയുന്നത്. അദ്ദേഹം ദേഷ്യപ്പെട്ട് ഇങ്ങനെ കാണിച്ചാൽ തീയൊക്കെ വരും. ഇങ്ങനെ ഒരു ചുടുക്കി ഹിന്ദി പറയും, ഒരു ഞൊട്ട ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പുള്ളി അപ്രത്യക്ഷനാവും. ഇങ്ങനെയൊക്കെ ശക്തി പുള്ളിക്കുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് തന്നെ പുള്ളി കുതിരയിൽ ഇവിടെ നമ്മുടെ തൃശ്ശൂർ ഭാഗത്ത് ഏതോ ഒരു സ്ഥലങ്ങളിലൊക്കെ വന്ന് ഇവർ തമ്മിൽ ഒരു സംഘടനകളൊക്കെ ഉണ്ട്. ഇവർക്ക് ഭയങ്കര ബന്ധമുണ്ട്. അവർ അവിടെ വരികയും ഇവർ പൂജാകർമ്മങ്ങൾ ചെയ്യുകയും തിരിച്ചു പോവുകയും ചെയ്യുമായിരുന്നു. അത്രത്തോളം മാന്ത്രിക ശക്തിയിൽ അഗ്രഗണ്യനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥ ചുരുക്കമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം തൻ്റെ മാന്ത്രിക ശക്തി അടുത്ത തലമുറയ്ക്ക് കൈമാറാതെ അദ്ദേഹത്തിന് മരിക്കാൻ പറ്റില്ല. ഇങ്ങനെയാണ് അതിൻ്റെ രീതി. അപ്പോൾ തലമുറയ്ക്ക് കൈമാറാനായിട്ട് നോക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ, അതായത് എൻ്റെ അപ്പൂപ്പന്മാർ 2-3 പേരുണ്ട്. അവർക്ക് ആർക്കും തന്നെയും ഇതിൽ താല്പര്യമില്ല. കാരണം എൻ്റെ വലിയപ്പൂപ്പൻ അദ്ദേഹത്തിൻ്റെ മാന്ത്രിക ശക്തിയും അദ്ദേഹം ദേശത്തൊരു വലിയ പ്രമാണിയായിരുന്നു. ഇതൊക്കെ അധികാരമൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം ഒത്തിരി തെറ്റുകൾ ചെയ്യുമായിരുന്നു. തെറ്റുകളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമൂഹത്തിൽ അങ്ങനെ ആരെയും ചെയ്യത്തില്ല. അദ്ദേഹം ഒരു വഴി ഇങ്ങനെ കുതിരയിൽ പോകും, ഒരു പെണ്ണിനെ കണ്ടു, ഒരു സ്ത്രീയെ കണ്ടു, ഇഷ്ടപ്പെട്ടേ പുള്ളി കൊണ്ടുപോകും. അങ്ങനെയായിരുന്നു. അങ്ങനത്തെ ഒരു സ്വഭാവം. അതുകൊണ്ട് തന്നെ ഒത്തിരി ശാപങ്ങളും അതുപോലെ പുള്ളി ചെയ്യുന്ന കർമ്മങ്ങൾ മുഖാന്തരമുള്ള ശാപങ്ങളെല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ഈ മാന്ത്രിക ഇത് കൈമാറാനായിട്ട് പലരെയും തൻ്റെ മക്കളോടെല്ലാം സംസാരിച്ചെങ്കിലും ആരും അത് അംഗീകരിച്ചില്ല. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ അയൽ ഗ്രാമത്തിലുള്ള ഒരു വലിയൊരു വ്യക്തിയാണ്. പുള്ളി ഒരു വ്യവസായമാണ്, ഒത്തിരി സ്ഥലമൊക്കെ ഉള്ള ഒരു ജന്മിയാണ്, കൊച്ചു ജന്മിമാരാണ്. അദ്ദേഹത്തിനെ ഇത് പ്രലോഭിപ്പിച്ചു. മാന്ത്രിക വിദ്യയൊക്കെ കാണിച്ച്, ചെപ്പടി വിദ്യകളൊക്കെ കാണിച്ച് പ്രലോഭിപ്പിച്ചപ്പോൾ അദ്ദേഹം മനസ്സിലായി എനിക്കിത് കൊള്ളാം എന്ന് തോന്നി. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ മാന്ത്രിക സിദ്ധി അങ്ങനെയൊക്കെ കൈമാറി. പക്ഷേ ഒരു കാര്യമുണ്ട്, ചെറിയൊരു മാന്ത്രിക വടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഈ മാന്ത്രിക വടി ഇത് ഉപയോഗിക്കണം, ഇതിന് പ്രത്യേക ദിവസങ്ങളിൽ കർമ്മം ചെയ്യണം, അതിന് പൂജ കൊടുക്കണം, അതിന് ബലി കൊടുക്കണം, രക്തം കൊടുക്കണം, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ട് താൻ സ്വതന്ത്രനാകാൻ വേണ്ടി എൻ്റെ പൂർവികനായ അപ്പൂപ്പൻ അദ്ദേഹം എല്ലാം കൊടുത്തിട്ട് മാറി. പക്ഷേ ഇത് മേടിച്ച വ്യക്തി, അദ്ദേഹത്തിന് സംഭവം ഭയങ്കര ഇൻട്രസ്റ്റൊക്കെ ആയിരുന്നെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. താൻ വലിയൊരു ജന്മിയായിരുന്നു, ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ കൃഷിക്കാരനും കൂടിയാണ് പുള്ളി. അതൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് പുള്ളിക്ക് ഈ മാന്ത്രിക വിദ്യയിൽ
പുള്ളി സമയാസമയത്ത് ഇതിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് കൊടുത്തില്ല, ഇതിന് കൊടുക്കേണ്ട ആഹാരം കൊടുത്തില്ല. അങ്ങനെ ആയപ്പോഴേക്കും അത് വീട്ടിനകത്ത് ഭയങ്കര ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പോഴും നമ്മൾ ചില വീടുകളിൽ കേട്ടല്ലോ, ഈ പോത്തിൻ്റെ മറച്ച, എരുമ, അതുപോലെ ചിലപ്പം പട്ടി കുരയ്ക്കുന്നത്, അങ്ങനെ പല സൗണ്ടുകൾ ഇത് ഏൽപ്പിച്ചു. അത് കേട്ടപ്പോഴേക്കും അവർക്ക് ഭയങ്കര ഭയമായിട്ട് അയാൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, അയാളുടെ ഭാര്യ പറഞ്ഞു, മനുഷ്യ നിങ്ങൾ ഈ മന്ത്രിയെ വിട്ടുകൊണ്ട് കളഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വിട്ടുപോകും. ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോഴേക്കും ഇങ്ങേർക്ക് നിരന്തരം ആയപ്പോൾ വിഷമം കൊണ്ട് ഈ മാന്ത്രിയെ ഇവിടെ ഉപേക്ഷിക്കാൻ തയ്യാറായി. അങ്ങനെ അദ്ദേഹം നേരെ ചെന്ന്, ഹല്ലേലൂയ, കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ, ഇദ്ദേഹം ഒരു കർമ്മം പഠിപ്പിച്ചു കൊടുത്തിരുന്നു. എങ്ങനെയാണ് ഇത് ഉപേക്ഷിക്കുന്നത്? പച്ച മൺകുടം ഉണ്ടാക്കിയ പച്ച മൺകുടത്തിൽ ഇതിട്ടിട്ട് ചില ബലികളും ചില കർമ്മങ്ങളും ചെയ്ത് മന്ത്രോച്ചാടനം ചെയ്ത് അതിനെ ആഴത്തിൽ കുഴിച്ച് ആ കുഴിക്കകത്ത് മൂടിയാൽ മാത്രമേ ഇത് നിന്നെ വിട്ട് പോകത്തുള്ളൂ. ഇത്രയും കാര്യം അദ്ദേഹം വളരെ കൃത്യമായിട്ട് ചെയ്തു. കുഴിച്ച് മൂടി. അന്ന് മുതൽ സ്വസ്ഥമായിരുന്നു. പക്ഷേ എന്തോ ഒരു ദോഷമെന്ന പോലെ ആരോ ഒരു കൃഷിക്കാരൻ അതുവഴി അദ്ദേഹത്തിൻ്റെ കൃഷിസ്ഥലത്തെങ്ങാണ്ട് ഇട്ടതോ കലപ്പ കൊണ്ട് ഉഴുതപ്പോൾ ഈ മൺകുടം പൊട്ടിപ്പോയി. ഈ മൺകുടം പൊട്ടിയ ആ സെക്കൻഡ് തന്നെ ഈ ശക്തി പുറത്തു വരികയും ആ കുഴിച്ചിട്ട വ്യക്തിയെ അടിച്ചു കൊന്നു. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ആൺമക്കൾ എന്ന് പറയുന്ന 2 പേരുണ്ടായിരുന്നു. അവർ 2 പേരെയും കൊന്നു. അടുത്ത ശേഷം വന്നത് എൻ്റെ വലിയ അപ്പൂപ്പനെയാണ്. അദ്ദേഹത്തിനെ അടിച്ചു കൊന്നു. വഴിയിലൂടെ നടന്നു പോകുന്ന വ്യക്തി, അദ്ദേഹത്തിന് ഭയങ്കര ശക്തിയുള്ള വ്യക്തിയാണ്. മാന്ത്രിക ശക്തി അല്ലാതെ തന്നെ അദ്ദേഹത്തെ 100 പേര് കല്ലെറിഞ്ഞാലും പുള്ളി ഒരു ചെറിയ തോർത്തുകൊണ്ട് ചുറ്റി ആ കല്ലിനൊക്കെ തടഞ്ഞു കളയുന്ന ശക്തിയുള്ള വ്യക്തിയാണ്, കഴിവുള്ള വ്യക്തിയാണ്. പക്ഷേ ഈ പിശാച് മുതുകിലടിച്ചു എന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കുളിപ്പിക്കുമ്പോൾ ശരീരത്തിൽ വലിയൊരു കൈപ്പത്തി, മനുഷ്യൻ്റെ അല്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു സത്യം ഉറപ്പാണ്, നാം ഈ ലോകത്തിൽ ഇതുപോലുള്ള ശക്തികളെ ഉപാസന ചെയ്യുമ്പോൾ അവർ കൃത്യതയായിട്ട് ചെയ്തില്ലെങ്കിൽ അവർ നമ്മളെ ഉപദ്രവിക്കും. ആമേൻ. എന്തിനേറെ അത് നമ്മളെ വിടാതെ പിന്തുടരും. ഞാൻ കർത്താവ് വന്നിട്ട് പോലും എന്നെ പിന്തുടർന്നു, പക്ഷേ ദൈവത്തിൻ്റെ അഭിഷേക ശക്തിയാൽ അത് തകർന്നുപോയി. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നാം കർത്താവിൻ്റെ കരങ്ങളിലാണ്. ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇന്ന് ഞാൻ പകൽക്കാലം പറയട്ടെ, അങ്ങനെ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ ഉള്ളിലും ഇതേ ശക്തി പ്രേരിപ്പിച്ച് ഞാൻ ചെറുപ്പം മുതലേ ഈ സന്യാസമെന്നും മാന്ത്രികമെന്നും ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റായി. പലപ്പോഴും നമ്മുടെ മനസ്സിൽ ദൈവമില്ലാതിരുന്ന കാലത്ത് നമ്മുടെ മനസ്സിൽ വരുന്ന ഈ ചിന്തകളുണ്ടല്ലോ, അതൊന്നും ദൈവികമാകണമെന്നില്ല. അതിന് പിന്നിൽ പൈശാചിക ശക്തികൾ, ലോകത്തിലെ പല ശക്തികൾ, പല ആത്മാക്കളുണ്ടാവും. നമുക്ക് കാണാൻ കഴിയാത്ത അനവധി ആത്മാക്കൾ അനവധി പേരുടെ ശരീരത്തിൽ ഓരോ ഭാഗങ്ങൾ ചിലപ്പോൾ കയറിയിട്ടുണ്ടാവും. ഇതൊക്കെ ഞാൻ കണ്ടതാ, അനുഭവിച്ചതാ, ശുശ്രൂഷയിൽ കണ്ട് അനവധി പേർക്ക് വിടുതൽ ദൈവം കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പം നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത ഈ ലോകത്തിലെ ശക്തിയാണ്, അതാണ് അനശ്വരമായ ശക്തികൾ. അവർ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം നശ്വരമാണെങ്കിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അനശ്വരമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഞാൻ വളർന്നു വന്നപ്പോഴേക്കും പ്രിയപ്പെട്ടവരെ, എനിക്ക് ജീവിതത്തിൽ വലിയൊരു ഇൻസിഡൻ്റ് ഉണ്ടായി. അതാണ് എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിൻ്റ്. അത് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കാനായിട്ട് വരുന്ന സമയങ്ങളിലാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, മൂത്ത സഹോദരിയാണ്, സരോജം എന്ന പേര്. വിവാഹം കഴിച്ചു പോയ സ്ഥലത്ത് അവരുടെ കുടുംബത്തിൽ എപ്പോഴും വഴക്കാണ്. ആരാ വഴക്കുണ്ടാക്കുന്നത്? അമ്മായി അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഹല്ലേലൂയ. അനേക സ്ഥലങ്ങളിൽ ചിലർ മരുമകന്മാരായിരിക്കും പ്രശ്നം, ചിലയിടത്ത് അമ്മായിമ്മമാരായിരിക്കും പ്രശ്നം. ഇതെല്ലാത്തിനും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നിങ്ങളുടെ രക്തമായിട്ടോ അല്ലെ ബന്ധമായിട്ടോ സ്വന്തമായിട്ടോ കാണാതെ അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവം ആരൊക്കെ എവിടെയൊക്കെ വെക്കുന്നു അവിടെ എല്ലാം പ്രശ്നം ഉണ്ടാവും. അങ്ങനെ എൻ്റെ പെങ്ങൾക്ക് വളരെ പ്രശ്നമായപ്പോഴേക്ക് അവർ മാറി താമസിച്ചു. അപ്പോൾ അമ്മായിയമ്മ അവരെന്തോ വശീകരണമായ എന്തോ ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. അവർ ചെയ്തതിൻ്റെ പ്രതിഫലം എന്തായിരുന്നു വെച്ചാൽ, അതിൻ്റെ റിയാക്ഷൻ, ആ പൈശാചിക ശക്തി അവർ വശീകരിക്കാനാണ് ചെയ്തത്. മരുമകൾ എന്നെ സ്നേഹിക്കണം, മരുമകൾ എൻ്റെ അടുത്ത് വരണം, എൻ്റെ കൂടെ നിൽക്കണം എന്നുള്ള ആഗ്രഹത്തോടെ അവർ ചെയ്തെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പൈശാചിക ശക്തികളാണ്, അദൃശ്യ ശക്തികളാണ്. അവർ മനുഷ്യ മനസ്സുകളിൽ കയറിക്കൂടി മനുഷ്യ ശരീരത്തിൽ കയറി മനുഷ്യ മനസ്സുകളെ നിയന്ത്രിക്കും. അങ്ങനെ എൻ്റെ പെങ്ങളുടെ ശരീരത്തിൽ അത് കയറുകയിടയായി ഞങ്ങൾ അറിഞ്ഞില്ല. ഒരു ദിവസം അവർ പൂജയൊക്കെ കഴിഞ്ഞ് തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ വന്നതിന് ശേഷം എന്തോ ഒരു കാര്യം ഭാര്യ ഭർത്താക്കുന്ന എന്തോ ഒരു ചെറിയ വിഷയമായിരുന്നെന്ന് തോന്നുന്നു. പക്ഷെ പെട്ടെന്ന് അവർ മണ്ണെണ്ണ എടുത്ത് ഒഴിച്ച് സ്വയം തീ കത്തിച്ചു. ശരീരം മൊത്തം വെന്തുപോയി. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് ആ സമയത്ത് ഞാൻ അവധിക്കാൻ കണ്ട് പോയി വീട്ടിലെത്തിയ സമയത്തായിരുന്നു ഒരു ടെലഗ്രാം വന്നപ്പോഴേക്കും ഞങ്ങളെല്ലാം വണ്ടി പിടിച്ച് അവിടെ ചെന്ന് മെഡിക്കൽ കോളേജ് ചെന്ന് നോക്കുമ്പോൾ ശരീരം മൊത്തം പൊള്ളലേറ്റ് കിടക്കുന്ന സഹോദരിയാണ് ഞങ്ങൾ കണ്ടത്. ശരീരം മൊത്തം പൊള്ളലേറ്റ് കിടക്കുക.
മുഖം മാത്രം കാണാനുണ്ട്, മുഖത്ത് പോലും തൊലിയൊക്കെ അവിടെ നിന്നൊക്കെ ഈ ചൂട് കൊണ്ട് മുഖത്തെ തൊലിയൊക്കെ ഉരിഞ്ഞ് മുകളിലേക്ക് കയറിയിരിക്കുക. പക്ഷേ ഇത്രയും വേദന 2 ദിവസമായി ഞങ്ങൾ എത്തിയപ്പോൾ വേദന അനുഭവിച്ചിരിക്കുന്ന സമയത്ത് പോലും ഞങ്ങളെ കണ്ടിട്ട് ആ സഹോദരി പുഞ്ചിരിച്ചു. ഇന്നും ആ മുഖം എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. പ്രിയപ്പെട്ടവരെ, എത്ര വേദനയാണെങ്കിലും നമ്മൾ സ്നേഹിക്കുന്നവരെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം വരും. ആ സന്തോഷം ആ മുഖത്ത് ഞാൻ കണ്ടു. എനിക്ക് ആ സഹോദരിയെ വലിയ ഇഷ്ടമായിരുന്നു. കാരണം എൻ്റെ അമ്മ ജോലിക്ക് പോയി, ഇലക്ട്രിസിറ്റി ബോർഡിൽ അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു. അമ്മ ജോലിക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കി തരുന്ന ആ സഹോദരിയായിരുന്നു. ചെറുപ്പത്തിലെ ആ സഹോദരി വിദ്യാഭ്യാസമൊക്കെ മാറിപ്പോയി, കട്ടായിപ്പോയി. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഒടുവിൽ ആ സഹോദരി, ഞങ്ങൾ ഇത്രയും സ്നേഹിക്കുന്ന സഹോദരി ഇങ്ങനെ വെന്ത് കിടക്കുന്ന കണ്ടപ്പോൾ വളരെയധികം വേദന എനിക്ക് മനസ്സിലുണ്ടായി. അന്നുവരെ എനിക്ക് അത്രയും ദുഃഖം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കണ്ട് വേദന ദുഃഖത്തോടെ ഞാനായിരുന്നു. 2 ദിവസം എൻ്റെ പെങ്ങൾ അങ്ങനെ വേദനയോടെ കിടന്നു. ഒരു ദിവസം രാവിലെ, ഒരു വെള്ളിയാഴ്ച, ഇതുപോലൊരു വെള്ളിയാഴ്ച ദിവസമാണ്, രാവിലെ സമയം, എൻ്റെ അമ്മ അടുത്തിരിക്കുകയായിരുന്നു. പെങ്ങൾ പെട്ടെന്ന് അബോധാവസ്ഥയിലായി സ്വരം മാറി സംസാരിക്കുവാൻ തുടങ്ങി. അത് വന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ വന്നിട്ട് ഇത്ര ദിവസമായി, എൻ്റെ കുഞ്ഞ് കരയുന്നു, ഞാൻ പോവുക. ഒരാത്മാവ് പോയി. മരിച്ചവരുടെ പേരിലാണ് ഈ പിശാചുകളൊക്കെ വരുന്നത്. വാസ്തവത്തിൽ ഈ പിശാച് വേറെയാ. അതിനൊരു ഐഡൻറ്റിറ്റി, അത് മരിച്ചവരുടെ പേരിൽ വരുന്ന അതിന് വേറൊരു ഐഡൻറ്റിറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കള്ളമാണ്. രണ്ടാമതൊരു പിശാച് വന്നു. അത് വന്നിട്ട് പറഞ്ഞു: ഞാൻ വന്നിട്ട് 6 മാസമായി, എനിക്കിവിടെ ഇനി ഇരിക്കാൻ കഴിയത്തില്ല, ഞാനും പോകുന്നു എന്ന് പറഞ്ഞ് അത് പോയി. അത് കഴിഞ്ഞ് എൻ്റെ പെങ്ങൾക്ക് സുബോധം വന്നു. സുബോധം വന്ന പെങ്ങൾ പറഞ്ഞു: അമ്മേ, ഞാൻ എന്ത് ചെയ്യുന്നത്? ഞാൻ സ്വപ്നം കാണുമായിരുന്നു, ഞാൻ സ്വപ്നമാണ് കണ്ടത്. പക്ഷേ ഞാൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലായില്ല. ശരീരത്തിൽ ചൂടടിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് സ്വപ്നമല്ല, യാഥാർത്ഥ്യമെന്ന്. പ്രിയപ്പെട്ടവർ, പലപ്പോഴും മനുഷ്യൻ്റെ മനസ്സുകൾ ഈ പിശാചുകളാണ് നിയന്ത്രിക്കുന്നത്. അനവധി ആത്മഹത്യകൾ നടക്കുന്നില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരുപക്ഷെ അവർ ചിന്തിച്ച് കാണും, ആത്മഹത്യ ചെയ്യണമെന്നൊക്കെ ചിന്തിച്ച് കാണും. പക്ഷേ അനവധി ആത്മഹത്യകളുടെ പിന്നിൽ പിശാചാണ്. അത് മനുഷ്യ മനസ്സുകളെ അതിലേക്ക് ഫോഴ്സ് ചെയ്യും. ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഒത്തിരി പേര് ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു കാലഘട്ടം നല്ലതാവുമ്പോൾ പിന്നെ ആത്മഹത്യ ചെയ്യേണ്ടെന്ന് വിചാരിക്കും. പക്ഷേ എന്നാൽ പോലും ഈ പറഞ്ഞ വാക്ക് നിമിത്തം പിശാച് അവരെ ഫോഴ്സ് ചെയ്യും. അവരുടെ മനസ്സിൽ കയറിയിട്ട് അവർ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അതിലേക്ക് കൊണ്ടെത്തിക്കാൻ നോക്കും. അതാ പറഞ്ഞത്, കർത്താവിൻ്റെ വചനം പറയുന്നല്ലോ, ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. നമ്മൾ വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. നമ്മൾ പറയുന്ന വാക്ക് തന്നെ നമ്മുടെ ജീവിതത്തെ തിരിക്കാനിടയാവും. ആമേൻ. അതുകൊണ്ട് ദൈവമക്കളെല്ലാവർക്കും നമുക്ക് സത്യവചനം വളരെ പഥ്യോപദേശമായി തന്നിട്ടുണ്ട്. നമ്മൾ വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. ചിലരൊക്കെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ ഉടനെ പറയും, എന്നെ അങ്ങ് അടിച്ച് കൊല്ല്. ഒറ്റ വാക്ക് പറയുക, അടിച്ച് കൊല്ല്. പക്ഷേ പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊന്നും പറയരുത്. നമ്മൾ പറയുന്നത് നമുക്ക് തന്നെ സ്വയശാപമായി തീരും. ഹല്ലേലൂയ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓർപ്പിച്ചതേ ഉള്ളൂ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, അന്ന് മുതൽ ഹല്ലേലൂയ മരണം, ആ പെങ്ങൾ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങളെക്കുറിച്ച് എല്ലാം നല്ലത് പറഞ്ഞു. സഹോദരന്മാർ, ഞങ്ങൾ അനിയന്മാരാ. ഞാനും എൻ്റെ അനിയനുണ്ട്, എൻ്റെ പെങ്ങൾക്ക് ഇനി ഒരു ജ്യേഷ്ഠനുണ്ട്, പിന്നെ എനിക്കൊരു ചേച്ചിയുണ്ട്. അപ്പം ഞങ്ങൾ മൊത്തം 5 പേരാണ്. അപ്പോൾ ഇത്രയും പേരെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ട് പെങ്ങൾ പോയി, മരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, അത് വളരെ വളരെ ദുഃഖം നിറഞ്ഞ ഒരു അനുഭവമായിരുന്നു. ആ സിറ്റുവേഷൻ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഹൈന്ദവ രീതി പ്രകാരം ചിത കത്തിക്കുകയാണ്. എൻ്റെ അമ്മയും കരഞ്ഞ് അബോധാവസ്ഥയിലാകുന്നു. എല്ലാവരും കരയുന്നു. കരഞ്ഞ് എല്ലാവരും നിലവിളിക്കുന്നു. ഭയങ്കര ദുഃഖാതരമായ ഒരു വലിയൊരു സാഹചര്യത്തിൽ എല്ലാവരും നിൽക്കുക. ദുഃഖം തളം കെട്ടി നിൽക്കുക ആ ശ്മശാനത്തിൽ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എല്ലാവരും കരഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വളരെ ദുഃഖമുണ്ട്. എങ്കിലും എനിക്ക് അനവധി ചോദ്യങ്ങളുണ്ട് എൻ്റെ മനസ്സിൽ. എന്താണെന്നറിയോ ചോദ്യം? ഒന്നാമതായി, മനുഷ്യൻ എന്തിനാ ഭൂമി ജനിക്കുന്നേ? ജനിച്ചാൽ എന്തിനാണ് നമ്മൾ മരിക്കുന്നേ? നമ്മുടെ എത്രയോ പ്രിയപ്പെട്ടവർ മരിച്ചു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തക്കാർ ബന്ധുക്കൾ മരണം നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഹല്ലേലൂയ. മരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മരിക്കുന്നുണ്ട്. ചിലർ ആക്സിഡൻറ്റിൽ മരിക്കുന്നു, ചിലർ കൊല്ലപ്പെടുന്നു, ചിലർ രോഗാവസ്ഥയിൽ മരിക്കുന്നു. എന്തെങ്കിലും ഒരു കാരണം മരണത്തിനുണ്ട്. പക്ഷേ ഞാൻ ചിന്തിച്ചത്, പ്രിയപ്പെട്ടവരെ, ഈ ജനിക്കുന്നെങ്കിൽ നമ്മൾ എന്തിനാണ് മരിക്കുന്നത്? നമ്മൾ മരിക്കണമെങ്കിൽ എന്തിന് ജനിക്കണം? എവിടെ നിന്ന് നമ്മൾ വന്നു? ഈ ആത്മാവെന്ന് പറയണത് എവിടെ നിന്നാണ് വന്നേ? എന്തിനു നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ച് മരിക്കുന്നു? ഇതിൻ്റെ ഉദ്ദേശം എന്ത്? പിന്നെ ഞാൻ ചിന്തിച്ചു, നമ്മളെ സൃഷ്ടിച്ച ദൈവം എന്നല്ലേ പറയണേ. ദൈവം ആര്? യഥാർത്ഥത്തിൽ ദൈവം എന്നൊരു സംഭവം ഉണ്ടോ? ഈ പ്രപഞ്ചം, അന്ന് ഞാൻ സയൻസ് സ്റ്റുഡൻ്റാണ്. എനിക്ക് അറിയാം, ഒത്തിരി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഈ സയൻസ്. ഈ ഭൂമിയും അതുപോലെ നമ്മൾ ഈ കാണുന്ന ശൂന്യാകാശത്തിൽ കോടാനുകോടി സൂര്യന്മാരുണ്ടെന്നും കോടാനുകോടി ഗ്രഹങ്ങളുണ്ടെന്നും നമ്മുടെ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്, നമ്മുടെ സൗരയൂഥം മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സിയിലാണ്. ഈ ഗാലക്സിയിൽ തന്നെ കോടിക്കണക്കിന് സൂര്യന്മാരുണ്ടെന്നും അങ്ങനെ കോടിക്കണക്കിന് ഗാലക്സികളുണ്ട്. നമ്മുടെ ചിന്തക്കതീതമായ പ്രപഞ്ചം. ഹല്ലേലൂയ. നമ്മുടെ ചിന്തക്കപ്പുറമായി ഈ പ്രപഞ്ചത്തിൽ ഇത്രയും സൃഷ്ടിച്ച് ഇത്രയും ആക്യുറേറ്റ് ആയിട്ട് ഈ ഭൂമിയെ ഒന്ന് കറക്കുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ഇതിന് പിന്നിൽ തീർച്ചയായും ഒരു ശക്തിയുണ്ട്.
എനിക്കറിയാം. ഒരു ശക്തി ഉറപ്പായിട്ടുണ്ടാവും. അന്ന് ഒരു തിയറി ഉണ്ടായിരുന്നു, നിങ്ങളും കേട്ടിട്ടുണ്ടോ, ബിഗ് ബാങ് തിയറി, വലിയൊരു പൊട്ടിത്തെറിയുടെ തിയറി. പക്ഷേ ബിഗ് ബാങ് തിയറി കള്ളമാണെന്നും മണ്ടത്തരമാണെന്നും എളുപ്പത്തിൽ മനസ്സിലാവും. എന്താണെന്നറിയാമോ? ഒരു പൊട്ടിത്തെറിച്ചിട്ട് ഇത്ര ആക്യുറേറ്റ് ആയിട്ട് എല്ലാം ഒരു ഭ്രമണപഥം പോലെ സൂര്യന്മാരും ഗ്രഹങ്ങളും എല്ലാം ഇത്രയും ആക്യുറേറ്റ് ആയിട്ട് സഞ്ചരിക്കുന്നു. ഒരു പ്രത്യേക അട്രാക്ഷൻ റിപ്പൾഷൻ ഫോഴ്സിൽ ഇതെല്ലാം നിലനിൽക്കുന്നു ശൂന്യാവസ്ഥയിൽ എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് പൊട്ടിത്തെറി സംഭവിക്കില്ല. ഇതിൻ്റെ പിന്നിൽ ഒരു ഡിസൈനറുണ്ട്, ഇതിൻ്റെ പിന്നിൽ ഒരു എഞ്ചിനീയർ ഉണ്ട്, ഇതിൻ്റെ പിന്നിൽ ഒരു അദൃശ്യ കരമുണ്ട്, ഒരു ശക്തനായ ദൈവത്തിൻ്റെ കരമുണ്ട്. ആ ദൈവം ആര് എന്നാണ് എൻ്റെ ചോദ്യം. അപ്പം ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ പൂജിച്ച ദേവീദേവന്മാർ എല്ലാവരും എൻ്റെ പെങ്ങളും പൂജിക്കുമായിരുന്നു. ഞങ്ങളെല്ലാം ഉപാസന ചെയ്തിരുന്നു, ഞങ്ങൾ കർമ്മങ്ങൾ ചെയ്യുമായിരുന്നു, എല്ലാ സ്ഥലങ്ങളിലും അമ്പലങ്ങളിലെല്ലാം പോവും. വണ്ടിയിൽ സ്വന്തം വണ്ടിയുണ്ട്. അന്നത്തെ കാലത്ത് തന്നെ എല്ലാ അമ്പലങ്ങളിലും പോയി തീർത്ഥാടനങ്ങൾ നടത്തുന്നവരാ. എല്ലാം നടന്നിട്ടും ആ മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിക്കുന്ന ആ ലാസ്റ്റ് മൊമെൻറ്റിന് കുറേ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ എൻ്റെ പെങ്ങൾ പൂജിച്ചിട്ട് വന്നു, പ്രാർത്ഥിച്ചിട്ട് വന്നു. എന്തുകൊണ്ട് ഇവർ രക്ഷിച്ചില്ല? പിശാചാണ് ചെയ്യിച്ചതെങ്കിൽ ഈ പിശാചിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? എനിക്ക് ചോദ്യമായിരുന്നു പ്രിയപ്പെട്ടവരെ. ആ ചോദ്യങ്ങൾ ഉത്തരം കണ്ടെത്താൻ ആഗ്രഹിച്ചു. അങ്ങനെയെങ്കിൽ നമ്മൾ മരിച്ചാൽ എവിടെ പോകും? നമ്മൾ എവിടെ നിന്ന് വന്നു? എവിടത്തേക്ക് പോകും? ആര് നമ്മളെ ഈ പിശാചിൽ നിന്നും മന്ത്രവാദത്തിൽ നിന്ന് രക്ഷിക്കും? ഇതൊക്കെയായിരുന്നു എൻ്റെ ചോദ്യം. അന്നു മുതൽ എൻ്റെ ജീവിതം വ്യത്യസ്തമായി. എൻ്റെ പഠനത്തിൽ എൻ്റെ ശ്രദ്ധ കുറഞ്ഞു, എൻ്റെ അന്വേഷണത്തിൽ ശ്രദ്ധയായി. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രീ ഡിഗ്രിക്ക് ആർട്സ് കോളേജ്, തിരുവനന്തപുരം ആർട്സ് കോളേജിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് മാരിവാനസ് കോളേജിൽ പഠിക്കാൻ തുടങ്ങി. മാരിവാനസ് പഠിക്കുമ്പോഴും ഡിഗ്രിക്ക് വന്ന് പഠിക്കുമ്പോഴും എൻ്റെ മനസ്സ് മൊത്തം അന്വേഷണമാണ്. ദൈവമാര്, ഹല്ലേലൂയ, ദൈവമാര്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവമാര്, പരമാത്മാവെന്ന് കേട്ടിട്ടുണ്ടോ? പരമാത്മാവ് ആര്? ഇങ്ങനെ ചോദ്യങ്ങൾ അന്വേഷണം തുടങ്ങി. ഞാൻ ഹല്ലേലൂയ ഞങ്ങളുടെ വീട്ടിലുള്ള കുറേ പുസ്തകങ്ങൾ വായിച്ചു. ഇവിടെ പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്തു. അത് വായിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, മനുഷ്യൻ ജനിക്കുന്നത് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ജനിച്ചേക്കുന്ന ഓരോ കുഞ്ഞും വെറുതെ ജനിച്ചതല്ല, ആരുടെയും പ്ലാൻ അനുസരിച്ചോ ഇഷ്ടമനുസരിച്ചോ ജനിച്ചതല്ല. ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജനിച്ചവരാണ് നമ്മളെല്ലാം. പ്രിയപ്പെട്ടവരെ, ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്ന ഭാഗത്തിൽ ഞാൻ ഇറങ്ങി തിരിച്ചു. അപ്പം ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിലുള്ള പുസ്തകങ്ങൾ തന്നെ അന്വേഷിച്ചു തുടങ്ങി. അതിനകത്ത് ശ്രീമദ് ഭഗവത്ഗീത, രാമായണം, സ്കന്ദപുരാണം, വിഷ്ണുപുരാണം, ശിവപുരാണം, സകല പുരാണങ്ങൾ വായിച്ചു. അതാണ് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ എങ്ങനെയാണ് വായിച്ചെന്ന്. അപ്പോൾ ആ വായിക്കുന്നതിനിടയിൽ എനിക്ക് സംസ്കൃതം പഠിക്കുവാൻ ദൈവം സഹായിച്ചു, തമിഴ് പഠിക്കുവാൻ എന്നെ സഹായിച്ചു. അങ്ങനെ വീട്ടിലുണ്ടായിരുന്ന പുസ്തകങ്ങൾ, അനവധി പുസ്തകങ്ങൾ തമിഴായിരുന്നു, ചിലത് സംസ്കൃതമായിരുന്നു. അത് പഠിക്കാൻ വേണ്ടി തമിഴ് ഭാഷ ദൈവം എന്നെ പഠിപ്പിച്ചു. അങ്ങനെ വളരെ വളരെ ക്ലിയറായിട്ട് ഓരോ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് ചിന്തിച്ച് പോയപ്പോൾ എനിക്ക് ഒത്തിരി കാര്യം പറയാനുണ്ട്. പക്ഷേ ചുരുക്കമായി പറയട്ടെ, ഹല്ലേലൂയ, ഇതൊന്നും ദൈവമല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. കാരണം ദൈവത്തിൻ്റെ സ്വഭാവം ഞാൻ വേദങ്ങളിൽ, ഹല്ലേലൂയ, യോഗശിഖോപനിഷത്തിൽ ഒരു ശ്ലോകമുണ്ട് ഇപ്രകാരം. ആ യോഗശിഖോപനിഷത്ത് 1-ാം സൂക്തി 11-ാമത്തെ മന്ത്രം എന്നാ പറയുന്നത്, തൃഷ്ണലജ്ജാ ഭയം ദുഃഖം വിഷദോ ഹർഷമേവച യഫിർഘോഷേ വിനിർമുക്ത സ ജീവരിശ്വ ഉച്യതേ. ഈ ശ്ലോകം, ഈ മന്ത്രത്തിൻ്റെ അർത്ഥം, ആരിൽ കാമം, ക്രോധം, മോഹം, മത്സരം, ജനനമരണം, ആത്മജ്ഞാനമില്ലാത്ത അവസ്ഥ, ശോകം, ദുഃഖം, വിഷാദം, ഈ ഫീലിങ്സ്, ഈ സ്വഭാവങ്ങൾ ആരിലില്ലയോ അതാണ് യഥാർത്ഥ ദൈവം, പരമേശ്വർ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഈ മാനദണ്ഡത്തെ വെച്ച്, ഈ ഡെഫിനേഷനെ വെച്ച് ഞാൻ അളന്നു നോക്കിയപ്പോൾ ഞാൻ കേട്ട വീരപുരുഷന്മാരോ ചരിത്ര പുരുഷന്മാരോ പുരാണത്തിലെ ദേവീദേവതമാരോ ഒന്നും ദൈവങ്ങളല്ല. ആമേൻ. അപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി, ദൈവം എന്നുള്ള സിംഗുലർ വേർഡാണ്. ദൈവം ഒരുവനേ ഉള്ളൂ, പരമാത്മാ എന്ന് വേദങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ പരമാത്മാവാര് എന്നുള്ള അന്വേഷണമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ആ പരമാത്മാവിനെ അന്വേഷിച്ച് ഞാൻ കൂടുതൽ ഡീപ്പായിട്ട് പോകാൻ തുടങ്ങി. ഹല്ലേലൂയ. ഒരു ശ്രീമദ് ഭഗവതിൽ ഒരു ശ്ലോകമുണ്ടായി. ഇങ്ങനെയാണ് 11-ാമത്തെ യോഗം, അതിനകത്ത് 53-ാമത്തെ മന്ത്രം, അതിനകത്ത് നാ യോഗേന നാ സംഗേന നാ യജ്ഞാസാഖ്യ ഏവം വിദ്യോ ദ്രസ്താവൻ അസി മമയഥ എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം, നിങ്ങൾ യോഗ ചെയ്തോ, തപസ് ചെയ്തോ, ദാനധർമ്മം ചെയ്തോ. ചിലർക്ക് ചിന്തിക്കണില്ലേ, ദാനധർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര പുണ്യപ്രവൃത്തി കിട്ടും, നമുക്ക് സ്വർഗത്തിൽ പോവാം, അങ്ങനെയൊക്കെ. പക്ഷേ ഗീതയിൽ പറയുന്നുണ്ട്, ദാനധർമ്മം ചെയ്താലും നീ സന്യാസം ചെയ്താലും, ഹല്ലേലൂയ, കർമ്മയോഗം, കർമ്മപ്രവൃത്തി, നല്ല സൽക്കർമ്മങ്ങൾ ചെയ്താലും നീ എന്നെ കാണാൻ കഴിയത്തില്ല. ആമേൻ. അപ്പം ഞാൻ അത്ഭുതപ്പെടുക, ഈ 18 യോഗത്തിൽ മനുഷ്യൻ്റെ മോക്ഷത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ 18 യോഗത്തിൽ ഉള്ള പല കാര്യങ്ങളും ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നപ്പോൾ കണ്ടിട്ടുണ്ട്. ചിലർ പശുക്കളെ തീറ്റുന്നുണ്ട്, മനുഷ്യർക്ക് പോലും റൊട്ടി കൊടുക്കത്തില്ല, പക്ഷേ പശുക്കൾക്ക് കൊടുക്കും. കുരങ്ങന്മാർക്ക് പ്രത്യേകിച്ച് വിളിച്ചു കൊടുക്കുന്ന സഹോദരിമാരുണ്ട്. ചില കുരങ്ങന്മാർ ആഹാരം കൊടുത്ത് തലക്കിട്ടതിനെ കടിച്ചിട്ടും പോവും. അങ്ങനെ ഞങ്ങളുടെ സഭയിൽ കൂട്ടായ്മയിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്.
പ്രിയപ്പെട്ടവരെ, ഇത് മനുഷ്യൻ തിരിച്ചറിയുന്നില്ല. മനുഷ്യൻ എന്താ വിചാരിക്കുന്ന അറിയാമോ? അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ സൽക്കർമ്മം ചെയ്താൽ പാപക്ഷമ ലഭിക്കും എന്നാണ് അവരുടെ വിശ്വാസം. ഇന്നും അനവധി പേര് പലരും പാപക്ഷമ ലഭിക്കാൻ എന്തെല്ലാം കഷ്ടങ്ങൾ, എന്തെല്ലാം ത്യാഗങ്ങൾ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. ദർശനോപനിഷത്താണെന്ന് തോന്നുന്നു. അതിനകത്തൊരു ശ്ലോകമുണ്ട് ഇപ്രകാരം: ചിത്തമന്തർഗതം ദുഷ്ടം തീർത്ഥ സ്നാനയിനെ ശുദ്ധയതി ശതശോ ഉഭീ ജലൈദ്രൗദം സുരാഭാണ്ഡാമിവ ശുചി. ഇത് ദർശനോപനിഷത്ത് 4-ാം സൂക്തി 54-ാം മന്ത്രമാണിത്. ഇതിനകത്ത് പറഞ്ഞ ചിത്തമന്തർഗതം, അതായത് നമ്മുടെ മനസ്സിനകത്ത് കിടക്കുന്ന പാപം, മാലിന്യം, ദുഷ്ടത തീർത്ഥസ്നാനം ചെയ്താലും പോകത്തില്ല. വേദങ്ങൾ 4 വേദമുണ്ട്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അങ്ങനെ 4 വേദങ്ങളുണ്ട്. ഇതിനകത്ത് 108 ഉപനിഷത്തുകളുണ്ട്. ഈ 108 ഉപനിഷത്തുകൾ ഒരു ഉപനിഷത്താണ് ദർശനോപനിഷത്ത്. ഇത് ഈ 108 ഉപനിഷത്തും 108 ഋഷികൾ എഴുതിയതാണ്, മുനിവര്യന്മാർ എഴുതിയ, ദർശനകന്മാർ എഴുതിയ. ഇതിനകത്ത് ഈ ദർശനോപനിഷത്ത് പറയുന്നു, നമ്മൾ ഈ മനസ്സിനകത്ത്, മനസ്സാരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ ഈ ഇടയ്ക്ക് സ്കാനിങ് ഒക്കെ ചെയ്യാറുണ്ടെങ്കിൽ, എക്സ്റേ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അസ്ഥി കാണാം, സ്കാനിങ് ചെയ്യുമ്പോൾ നമ്മുടെ ആന്തരിക അവയവങ്ങൾ കാണാം. പക്ഷേ ഒരു ലോകത്തിൽ മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു ഇൻസ്ട്രുമെൻറ്റിലും മനുഷ്യൻ്റെ മനസ്സ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. പക്ഷേ മനസ്സെന്നൊരു സംഭവം ഉണ്ട്. ഈ മനുഷ്യനെ നിയന്ത്രിക്കുന്ന മൊത്തം ഈ മനസ്സാ. ആമേൻ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ ഈ മനസ്സ്, ഹല്ലേലൂയ, മനസ്സിനകത്ത് കിടക്കുന്ന പാപങ്ങൾ, അതാണ് മനുഷ്യനെ തെറ്റ് ചെയ്യിക്കുന്നത്. ബൃഹദാരണ്യ ഉപനിഷത്തിൽ ഒരു ശ്ലോകം എങ്ങനെ കേൾക്കുക: വൈഗ്യോ വൈ ബ്രഹ്മഹ ശബ്ദാക്ഷരം പരം ബ്രഹ്മ. അതായത് ഈ വൈഗ്യോ വൈ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ശബ്ദമാണ് ബ്രഹ്മാവ്, ശബ്ദമാണ് സൃഷ്ടാവ് എന്നാണ് അവിടെ പറയുന്നത്. അതുപോലെ വൈഗ്യോ ശബ്ദാക്ഷരം പരംബ്രഹ്മ എന്ന് പറഞ്ഞാൽ ശബ്ദവും ധ്വനിയും ചേർന്ന് ഹല്ലേലൂയ പരംബ്രഹ്മ എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ്. അപ്പം ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ബൈബിൾ അന്വേഷിക്കാൻ തുടങ്ങി, അതും കൂടെ പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ വേഗത്തിൽ പറയട്ടെ. കർത്താവിന് സ്തോത്രം. ഞാൻ ഈ ദൈവത്തെ എല്ലാം ഇങ്ങനെ ചികഞ്ഞ് യഥാർത്ഥത്തിൽ ദൈവമാരെന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ പലപതി പുസ്തകങ്ങൾ നോക്കി, പല മതങ്ങളും ഞാൻ ഓടിച്ചു നോക്കി. ആമേൻ. അതിലൊരു മതമാണ് ഇസ്ലാം മതം നോക്കി. അതിൽ ഞാൻ തുടക്കത്തിലെ തന്നെ തിരിച്ചു വന്നു. അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായി. ദൈവം അവിടെ ഇല്ല. ആമേൻ. എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒന്നിനെയും ഞാൻ കുറ്റം പറയുന്നതല്ല, ഞാൻ അന്വേഷിച്ച സത്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഈവൻ പോട്ടയിൽ പോലും പോയിട്ടുണ്ട് ദൈവത്തെ അന്വേഷിച്ച്. അവിടെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോഴെനിക്ക് ഞാൻ കർത്താവ് വന്നതിന് ശേഷം തോന്നുന്നത് പോയത്, ക്ഷമിക്കണം, കർത്താവ് വന്നതിന് ശേഷം അവിടെ പോയത്. അത് ഞാൻ അറിയാൻ വേണ്ടി ഇങ്ങനെ ഒരു അന്വേഷണ മനസ്സായിരുന്നു എനിക്ക് ഭയങ്കര അന്വേഷണ മനസ്സായിരുന്നു. ഞാൻ പഠിക്കുന്നത് പോലും ഒരു അന്വേഷണ ബുദ്ധിയോടെ പഠിക്കുന്നത്. അങ്ങനെ അന്വേഷിച്ച് നടന്ന സമയത്താണ് ഈ വചനമൊക്കെ കിട്ടി വന്നത്. പക്ഷേ ഒരിക്കലും എൻ്റെ കോളേജിൽ ഒരു ഇൻസിഡൻറ്റ്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ അവിടെയുള്ള ചിലർ എന്നെ റാഗ് ചെയ്യാൻ നോക്കി. റാഗിങ് എന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കര ചിലർക്ക് മാനസിക രോഗമാണ്. അത് മറ്റുള്ളവരെ പീഡിപ്പിച്ച് സന്തോഷിക്കുന്ന ഒരു മാനസിക രോഗികളായത്. പക്ഷേ മാരിവാനസ് കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ റാഗിങ് അവിടെ ബാൻ ചെയ്തു. റാഗിങ് അവിടെ ഇല്ല. പക്ഷേ എന്നാലും ചിലർക്ക്, ഒരു വ്യക്തിക്ക് എന്നെ കണ്ടപ്പോൾ, അവൻ ഹോസ്റ്റലിലുള്ളവനാ, സെക്കൻഡ് ഇയറാ, ഞാൻ ഫസ്റ്റ് ഇയറാ, എന്നെ കണ്ടപ്പോൾ എന്നെ ഒന്ന് ഉപദ്രവിക്കണം. അയാൾ എപ്പോഴും വന്നിട്ട് ആ ഷർട്ടിൻ്റെ ബട്ടൺ ഇവിടെ ഞാൻ ഈ ബട്ടൺസ് ചില സമയത്ത് നമ്മൾ ആവി കൊണ്ട്, ചൂട് കൊണ്ട് പുറത്തിറങ്ങുമ്പോൾ, കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഊരിയിട്ട് വരും. പക്ഷെ അത് ഇടുക, നീ ഇങ്ങനെ നിൽക്കുക, അങ്ങനെ നിൽക്കുക, ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ റാഗിങ് ഒന്നുമില്ല, നീ എന്നെ വെറുതെ ഇതാക്കാൻ പറയണ്ട, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ അവന് ഭയങ്കര ദേഷ്യം വന്നു. അവൻ എന്നെ അടിക്കണം, അടിച്ചേ മതിയാകുള്ളൂ. ദുഷ്ടതയാ, അവൻ്റെ ഉള്ളിലെ ദുഷ്ടത ഇങ്ങനെ കത്തുക. പ്രിയപ്പെട്ടവരെ, ചില മനുഷ്യർ അങ്ങനെയാണ്, ഒരു കാര്യമില്ലാതെ ദുഷ്ടത കത്തിക്കും. പക്ഷെ അന്ന് എനിക്ക് രഹസ്യം അറിയത്തില്ലായിരുന്നു, ഇന്ന് എനിക്ക് രഹസ്യം അറിയാം. അവൻ കത്തട്ടെ, പക്ഷെ അവനെ കത്തിക്കുന്ന ദൈവമുണ്ട്. ആമേൻ. ഒന്നുമില്ല, അവൻ അകത്തല്ല പുറത്താവും. അങ്ങനെയാണ് ദൈവത്തിൻ്റെ രീതി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ആ വ്യക്തി അല്ലെങ്കിൽ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഞാനൊരു കയ്യിലൊരു കത്തി കരുതിക്കൊണ്ടാണ് നടന്നത്. നിങ്ങളാരും അനുകരിക്കരുത് പ്രിയപ്പെട്ട. ദൈവമില്ലാത്ത കാലത്ത്, കർത്താവിനെ അറിയാത്ത കാലത്ത് ഞാനൊരു കത്തി കയ്യിൽ ഇങ്ങനെ വെച്ചിരിക്കുമായിരുന്നു. എന്നെ എന്തെങ്കിലും ഉപദ്രവിച്ചാൽ ഞാൻ കുത്തും. ഇതായിരുന്നു എൻ്റെ ചിന്ത. അന്ന് ഞാൻ ഹിന്ദുവാ. ഹല്ലേലൂയ. ആ കാലഘട്ടത്തിൽ അങ്ങനെ നിന്ന സമയത്ത് ഒരു കൂട്ടുകാരൻ മാത്തച്ചൻ എന്ന് പറഞ്ഞ സഹോദരൻ വന്നൊരു ബൈബിൾ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, പ്രശ്നമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, നിങ്ങൾക്ക് യേശുവിനോട് പ്രാർത്ഥിച്ചാൽ ഈ പ്രശ്നം മാറും. ഞാൻ പറഞ്ഞു, ആരാ യേശു? ആമേൻ. വാസ്തവം പറഞ്ഞാൽ ഞാനിങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ മാത്തച്ചൻ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു കരിസ്മാറ്റിക് ഗ്രൂപ്പിലെ പയ്യനാ. ആ പയ്യന് യേശു ആരാന്നറിയാം, പക്ഷേ കൂടുതലൊന്നും അറിയത്തില്ല. പാവാ, നല്ല പയ്യനാ. അപ്പം ഞാൻ വിചാരിച്ചു, നമ്മുടെ ഹോസ്റ്റൽ മേറ്റ് അല്ലേ, നമ്മുടെ സുഹൃത്തല്ലേ, എന്നെ ഹെൽപ്പ് ചെയ്യാനല്ലേ വന്നത്, മാത്തച്ചൻ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു. മാത്തച്ചൻ പ്രാർത്ഥിച്ചിട്ട് പോയി. ബൈബിൾ എൻ്റെ തന്നിട്ട് പോയി, പുതിയ നിയമം. പക്ഷേ അന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ എൻ്റെ പ്രശ്നം സോൾവായി. വാർഡൻ്റെ അടുത്ത് ചെന്നു, പ്രശ്നങ്ങൾ സോൾവായി, അങ്ങ് പോയി. ഞാൻ മനസ്സിലാക്കി, എന്തോ ഒരു കാര്യമുണ്ടല്ലോ ഈ പ്രാർത്ഥനയിൽ. ഹല്ലേലൂയ. മാത്തച്ചൻ യേശുവിൻ്റെ നാമത്തിലാണ് പ്രാർത്ഥിച്ചത്.
എന്തോ കാര്യമുണ്ടല്ലോ. അന്ന് മുതൽ ഞാൻ ബൈബിൾ തുറന്ന് വായിക്കുവാൻ തുടങ്ങി. കോളേജിൽ നിന്ന് വല്ലപ്പോഴും സിനിമയ്ക്കൊക്കെ പോകും, അങ്ങനെ കട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ഞാൻ പോകുമ്പോൾ കോളേജിൽ പ്രശ്നം ഉണ്ടാകുമോ അല്ലെങ്കിൽ പ്രൊഫസർ എന്നെ പിടിക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി ബൈബിൾ തുറന്ന് ഒരു പ്രത്യേക രീതിയിലാണ് ഞാനത് വായിച്ചുകൊണ്ടിരുന്നത്. ആമേൻ. അല്ലാതെ ബൈബിൾ വായിക്കത്തില്ല. വായിക്കുന്ന സമയത്ത് എനിക്കൊരു വചനം എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്ന ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവിടെ നിത്യജീവൻ എന്ന വാക്ക് എന്നെ സ്ട്രൈക്ക് ചെയ്തത്. എറ്റേണൽ ലൈഫ്. ആമേൻ. ഇവിടെ ഞാൻ വേദങ്ങളിൽ നോക്കുമ്പോഴേക്കും ഞാൻ ഒരു കാര്യം ഗീതയിൽ, ശ്രീമദ് ഭഗവത്ഗീതയിൽ മനസ്സിലാക്കിയ കാര്യം, മനുഷ്യൻ നിത്യജീവന് വേണ്ടിയാണ് ജനിക്കുന്നതെന്നാണ്. പക്ഷേ 18 യോഗത്തിലും അത് സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ ഞാൻ അന്വേഷിക്കുകയായിരുന്നു, എങ്ങനെ മനുഷ്യൻ മോക്ഷം പ്രാപിക്കും. മോക്ഷത്തെ ആ നിത്യജീവൻ എന്ന് പറയുന്നത്. അങ്ങനെ നിത്യജീവൻ കിട്ടണമെന്ന് വളരെ താല്പര്യത്തോടെ ഞാൻ ഇരുന്ന സമയത്ത് ഇവിടെ വളരെ എളുപ്പത്തിൽ, ആമേൻ, സിമ്പിൾ മെത്തേഡ്, വളരെ ഈസി ആയിട്ട് ഹല്ലേലൂയ നിത്യജീവൻ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കൂടുതൽ വായിക്കുവാൻ തുടങ്ങി. അങ്ങനെ വായിച്ചപ്പോഴാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ, ആ അധ്യായത്തിൽ തന്നെ 1-ാമത്തെ വാക്യം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഞാൻ സ്ട്രൈക്ക് ചെയ്തു, കുറച്ചുകൂടി ഞാൻ അത്ഭുതപ്പെട്ടു. എന്താണെന്നറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞില്ല, ബൃഹദാരണ്യ ഉപനിഷത്തിൽ വൈഗ്യോബൈ ബ്രഹ്മഹ, ഹല്ലേലൂയ, ശബ്ദമാണ് ബ്രഹ്മ എന്ന് പറഞ്ഞാൽ വചനം. ഹല്ലേലൂയ, ആ ശബ്ദമാ ബ്രഹ്മ എന്ന് പറയണം. അപ്പോൾ ഇവിടെ പറയുന്നു വചനമാണ് ദൈവം, ശബ്ദാക്ഷരം പരംബ്രഹ്മ. ഹല്ലേലൂയ, വചനം പരംബ്രഹ്മാന്ന് പറയുക. അപ്പോൾ വളരെ കണക്ഷൻ. ഇതെന്താ റിയാലിറ്റി, ഇതെന്തെങ്കിലും കാര്യമുണ്ടല്ലോ. ഇത് കൂടുതലായിട്ട് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ സത്യം പറയട്ടെ, യേശുവിനെ മനസ്സിലാക്കാൻ തുടങ്ങി. ആമേൻ. നിങ്ങളെല്ലാവരും ഒരുപക്ഷെ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർന്നവരായിരിക്കും, അല്ലെങ്കിൽ ഹൈന്ദവ കുടുംബത്തിൽ വന്നവരായിരിക്കും, ഏതെങ്കിലും ഇത് നമ്മൾ ദൈവത്തെ അറിഞ്ഞവരായിരിക്കും. ഹല്ലേലൂയ. പക്ഷേ ദൈവത്തെ അറിയാവുന്നവർ വലിയൊരു ഭാഗ്യമാണ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനുശേഷമാണ് ഒത്തിരി വേദങ്ങൾ എനിക്ക് പിന്നെ വായിക്കാൻ കഴിഞ്ഞത്. ഞാൻ ദൈവത്തെ അറിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ബുദ്ധി തുറന്നത്. അതുവരെ ഞാൻ ദൈവത്തെ അന്വേഷിച്ചാലും എന്നെ തടയുന്ന ഒരു ശക്തി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ എൻ്റെ ബുദ്ധിയെ മറച്ചിരുന്ന ശക്തി എപ്പോഴാണ് മാറിയെന്നറിയാമോ? ഞാൻ കൂടുതൽ അറിഞ്ഞ് വന്നപ്പോഴേക്കും എനിക്ക് അത് പതുക്കെ റിലീസായി, ശക്തി പിടിവിടാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരു കൂട്ടുകാരനെ കിട്ടി, കൃഷ്ണകുമാർ എന്ന പേര്. പുള്ളി എന്നെ പരിചയപ്പെടുത്തുന്ന വേറൊരു ഫ്രണ്ടാണ് പരിചയപ്പെടുത്തിയത്. അപ്പോൾ പരിചയപ്പെടുത്തി വന്നപ്പോൾ കൂടുതൽ കാര്യം ഒരു പാസ്റ്റർ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയി. പാസ്റ്റർ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഞാൻ ഒത്തിരി സംശയങ്ങൾ ചോദിച്ചു. പാസ്റ്റർ ബൈബിളിൽ നിന്ന് എൻ്റെ സംശയങ്ങൾക്കെല്ലാം മറുപടി തന്നു. ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത് എന്താണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളെല്ലാം ബൈബിളിലുണ്ട്. ഇന്ന് ബൈബിളിൽ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്ന ടി വി, ടെലിവിഷൻ, അത് കമ്പ്യൂട്ടർ, ഇതെല്ലാം ബൈബിളിലുള്ളതാ. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ ലോകത്തിലെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സാക്ഷികൾ 2 പേര് കൊല്ലപ്പെടും. ഇസ്രായേലിലാണ് കൊല്ലപ്പെടുന്നത്. അവർ കൊല്ലപ്പെടുമ്പോൾ ലോകം മുഴുവൻ അവരെ കാണും. സകല ജാതി, സകല മതം, സകല ഗോത്രക്കാർ ഒരേ സമയത്ത് കാണുമെന്ന് പറഞ്ഞപ്പോൾ ഒരു 20-30 വർഷം മുമ്പ് ഇമ്പോസിബിൾ ആയിരുന്നു. ഒരു 40 വർഷം മുമ്പ് ഇമ്പോസിബിൾ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് യാഥാർത്ഥ്യമായി തീർന്നിരിക്കുക. നമ്മൾ ലൈവായിട്ട് കാണുക. ഇസ്രായേലിൽ ബോംബിടും, ഇന്ത്യ ബോംബിടുന്നവരെ നമുക്ക് കാണാം. ആമേൻ. പാകിസ്ഥാനിൽ കർത്താവിന് മഹത്വം. അത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പ്രവചനങ്ങളും നിവർത്തിച്ചു. അപ്പം ഞാൻ മനസ്സിലാക്കുക, സയൻസ് ബൈബിളിൽ പറഞ്ഞതാണ് സത്യം. സയൻസും ഇതുമായിട്ട് ബന്ധമുണ്ട്. ആമേൻ. അതുപോലെ മുദ്രയേൽക്കുന്ന വിഷയം ഇന്ന് യാഥാർത്ഥ്യമായി. അനവധി രാജ്യങ്ങളിൽ ഹല്ലേലൂയ ഇതുപോലെ ഹെൽത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുകയാണ്. അപ്പം ഞാൻ മനസ്സിലാക്കി പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ ഈ ബൈബിളിൽ ഈ പറഞ്ഞിരിക്കുന്ന ഈ വ്യക്തി തന്നെയാണ് പരംബ്രഹ്മ. അതുപോലെ ഞാൻ താഴോട്ട് വായിക്കുമ്പോൾ അല്ലെങ്കിൽ യേശു ക്രിസ്തു മുഖാന്തരമാണ് സകലതും. കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നത് യേശു ക്രിസ്തു മുഖാന്തരമാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. യേശു കർത്താവ് ക്രൂശിൽ മരിക്കുന്നതിനെ കുറിച്ച് ഉണ്ട്. ഞാൻ ശ്ലോകങ്ങൾ 1-2 കാര്യങ്ങൾ പറയാം. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഹല്ലേലൂയ ഭവിഷ്യപുരാണത്തിൽ പറയുന്നുണ്ട്. ഈശുപുത്രം ക്ഷമാം വിദ്യുത് കുമാരി ഗർഭസംഭവം നേച്ഛധർമ്മസ്യ വക്താര മസിഹു സമാഗത. പരമേശ്വർ ദൈവത്തിൻ്റെ പുത്രൻ ഹല്ലേലൂയ മനുഷ്യനായി അവതരിക്കുമെന്നും, ഭവിഷ്യവക്ത എന്ന് പറഞ്ഞാൽ, ഞാൻ ഹിന്ദിയിലാണ് കൂടുതൽ പഠിച്ചത്, ഹിന്ദിയിലാണ് ഫസ്റ്റ് വരുന്നത്. ഭവിഷ്യവക്ത എന്ന് പറഞ്ഞാൽ പ്രവാചകനായി, ദയാലുവായ പ്രവാചകനായി അദ്ദേഹം മനുഷ്യനായി ജീവിച്ച് ഈ മനുഷ്യനെ, അതിൽ വിശ്വസിക്കുന്ന എല്ലാവരും അധർമ്മം, പാപത്തിൽ നിന്നും നീതിമാന്മാരാക്കി മാറ്റി കൊണ്ടുപോകുന്ന പറയുന്നത്. ഹല്ലേലൂയ. ഇത് ഭവിഷ്യപുരാണത്തിൽ പറയുന്നതാണ്. ഭവിഷ്യപുരാണം വേദങ്ങളല്ല, വേദങ്ങളോട് ചേർന്ന പുസ്തകങ്ങളാണ് അതെല്ലാം. ഹല്ലേലൂയ. ആ ഭവിഷ്യപുരാണത്തിൽ ഈ യേശുവിനെ കുറിച്ച് കുറച്ചുകൂടി ക്ലിയർ ആയിട്ടൊരു പറയുന്നുണ്ട്. ഭവിഷ്യപുരാണം ഭരത് ഖണ്ഡം, അതിനകത്ത് പ്രതിസർഗം 31-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ഈശുമൂർത്തി പ്രാപ്ത നിത്യശുദ്ധ ശിവാകാരി ഈശു മസീത്തേക മാനാമഹ പ്രതിഷ്ഠാതം. അദ്ദേഹം നിത്യവാൻ, പരിശുദ്ധൻ, പരമദയാലു, കരുണാമയൻ,
മോക്ഷം തരുന്നവൻ. ഹല്ലേലൂയ. മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ വസിക്കുന്നവൻ, മോക്ഷം തരുന്നവൻ. അദ്ദേഹം പ്രകടമായി, അദ്ദേഹത്തിൻ്റെ പേര് ഈശു മസി എന്നാണ് പറയുന്നത്. അഭിഷിക്ത ഈശ്വർ എന്നാണ് അതിൻ്റെ അർത്ഥം, അഭിഷിക്തനായ ദൈവം. ഹല്ലേലൂയ. ഇതൊക്കെ ഉള്ളപ്പോഴും ആരും ഇന്ന് ഹൈന്ദവരൊന്നും ഇത് തേടുന്നില്ല. പ്രിയപ്പെട്ടവരെ, അന്വേഷിച്ചാലേ കണ്ടെത്തത്തുള്ളൂ. അല്ലാത്തവരുടെ അവരുടെ ആത്മകണ്ണുകൾ കുരുടാക്കി വെച്ച് പിശാച് മൂടുപടമിട്ട് വെച്ചിരിക്കുക. ഞാൻ എൻ്റെ പെങ്ങൾ മരിച്ചപ്പോൾ അന്ന് ഞാൻ ചിന്തിച്ചൊരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. എൻ്റെ പെങ്ങൾ മരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു തലവിധിയാ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചിന്തിച്ചു, ഈ തലവിധി എന്നൊരു സംഭവം ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ശക്തി എഴുതുന്നതാണെങ്കിൽ, ഒരു രൂപകൽപ്പന ചെയ്യുന്ന ദൈവം തലവിധി എഴുതി അങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ, ഈ തലവിധി എഴുതിയ ദൈവത്തിന് ഈ തലവിധി മാറ്റാൻ കഴിയും. ആമേൻ. നിങ്ങൾക്ക് ചില തലവിധിയുണ്ട്. എനിക്ക് വലിയ വലിയ ജാതക പുസ്തകങ്ങളുണ്ടായിരുന്നു. ജ്യോത്സ്യം പറഞ്ഞിരുന്നു എൻ്റെ കാലൊക്കെ പോകുമെന്നൊക്കെയാണ്. ആമേൻ. ശരീരത്തിൽ അംഗം ഒന്ന് നഷ്ടപ്പെടും, അല്ലെ അപമാനിതനാകും, ജയിലിൽ പോകും എന്നൊക്കെ പറഞ്ഞ് 19 വർഷം ശനിദേശമായിരുന്നു എനിക്ക്. ഞാൻ കാക്കയ്ക്ക് ചോറ് വെച്ചിട്ട് എനിക്ക് ശനി മാറിയില്ല. എല്ലാ ശനിയാഴ്ചയും എള്ളു പുരട്ടിയ ചോറ് വെച്ച് കാക്കയ്ക്ക് വേണ്ടി കാത്തിരിക്കും. എന്നിട്ട് പറയും, കാക്ക അടുത്ത് വരുമ്പോൾ കാകവജായ് വിദ്മഹേ കട്കഹസ്തായ ധീമഹി തന്നോ മന്ദ പ്രസോദയാത്. മന്ത്രവാ, കാക്കയ്ക്കുള്ള മന്ത്രവാ. കാക്ക വാഹനമായിട്ട് വരുന്ന വേറെ കക്ഷിയുണ്ട് ശനി, അയാൾക്കുള്ള മന്ത്രവാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പനി പറഞ്ഞു, എല്ലാം കൊടുത്തു, പക്ഷേ ഈ കാല് നഷ്ടപ്പെടേണ്ടതായിരുന്നു. അതും ചതിയിലൂടെയാണ് നമുക്ക് നഷ്ടപ്പെടാൻ. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു, 16 വയസ്സേ ഉള്ളൂ എനിക്ക്, പ്രീ ഡിഗ്രി ആവും, അപ്പം ബ്ലഡ് വേണം എനിക്ക്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ചിന്തിക്കുക, എൻ്റെ മനസ്സിൽ നോക്കണേ, ഭയങ്കര ബുദ്ധിയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുക, നമ്മളെ രക്തച്ചൊരിച്ചിലൊക്കെ ഉണ്ടാകും ജ്യോത്സ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രക്തച്ചൊരിച്ചിലും വരെ പാവം രക്തം കൊടുത്താൽ ആ ചൊരിച്ചിലങ്ങ് തീരൂലേ എന്ന് പറഞ്ഞാൽ, പിന്നെ എനിക്ക് രക്തച്ചൊരിച്ചിലിൻ്റെ ആവശ്യമില്ലല്ലോ, ഞാൻ ദാനധർമ്മം ചെയ്യുകയല്ലേ എന്നും പറഞ്ഞ് ഞാൻ ദാനധർമ്മം ചെയ്യാൻ പോയതാണ്. പ്രിയപ്പെട്ടവർ, ദാനധർമ്മം ചെയ്ത് അന്നോട് എൻ്റെ കാര്യം തീർന്നു. ഞാൻ 16 വയസ്സുള്ളപ്പോൾ ബ്ലഡ് കൊടുക്കാൻ പാടില്ല. അപ്പം തന്നെ ഇത്രയും വളർന്നു. ഒരുപക്ഷെ ഇതിന് കുറച്ചുകൂടി ഞാൻ വളർന്നേനെ. അതോടെ വളർച്ച സ്റ്റോപ്പായി. എല്ലാവരും വിചാരിച്ചു ഹൈ ലെവലിൽ പോകുന്നു, ഒത്തിരി പാസ്റ്ററിനത്രയൊക്കെ അനീഷ് പാസ്റ്ററിനത്രയൊക്കെ പൊക്കം വയ്ക്കുന്നു വിചാരിച്ചാണ്. പക്ഷേ അങ്ങനെ പൊങ്ങിക്കൊണ്ടിരുന്നേ. പക്ഷേ എന്ന് രക്തം കൊടുത്ത് അന്ന് ഞാൻ അസുഖം പിടിക്കപ്പെട്ടു. അന്ന് രാത്രി ഞാൻ അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ. കാരണം എനിക്കൊരു ജലദോഷം ഉണ്ടായിരുന്നു. ഈ ഒരു പാക്കറ്റ് ബ്ലഡ് എടുത്തപ്പോൾ ഒരു നേഴ്സ്, പാവപ്പെട്ട നേഴ്സ്, മര്യാദയ്ക്ക് കുത്തിയെടുത്താൽ പോരായിരുന്നു. അവർ പറയുക, എന്തിനാ മോനെ കള്ളം പറഞ്ഞ് 18 വയസ്സാന്ന് പറഞ്ഞ് രക്തം കൊടുക്കാൻ വന്നതെന്ന് പറഞ്ഞ് എന്നെ ഒരു കുത്ത് രക്തം എടുത്തതാണ്. അപ്പോൾ എനിക്കൊരു കുറ്റബോധം തോന്നി. ഈശ്വടാ, കള്ളം പറഞ്ഞ് നമ്മൾ പാവപ്പെട്ട രക്തം കൊടുത്തതാണ്. 18 വയസ്സ് പറഞ്ഞാൽ രക്തം എടുക്കുള്ളൂ അവർ. രക്തം എടുത്ത് വീട്ടിൽ ഹോസ്റ്റലിൽ വന്നപ്പോഴേക്കും എനിക്ക് വിറയൽ തുടങ്ങി, ആകെ പ്രശ്നമായി, ജലദോഷം ഉണ്ടായിരുന്നു, പനിയായി, എല്ലാം പ്രശ്നമായി. അന്ന് മുതൽ രക്തം കുറവായി എനിക്ക്. ബ്ലഡ് ഡെഫിഷ്യൻസി ഡിസീസ്, അനീമിയ. കൈയൊക്കെ ഹോസ്റ്റലിലെ മണി ഓർഡർ വരുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ കിടന്ന് വിറയ്ക്കും. എന്താ മോനെ നിൻ്റെ കൈ ഇറക്കുന്നത്, ഒന്നും കഴിച്ചില്ലേ? അറിഞ്ഞുകൂടാ. സംഭവം തന്നെ അനീമിയ. പ്രിയപ്പെട്ടവരെ, നല്ലതുപോലെ നമ്മളെ ചതിക്കും സാത്താൻ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കുന്നുണ്ടെങ്കിൽ യേശുവിനോട് ചോദിച്ചിട്ട് മാത്രമേ നിങ്ങൾ തീരുമാനിക്കാവൂ. ഈ ലോകത്തിൽ എപ്പോഴും ചതിക്കപ്പെടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് നമ്മളാണ്. കാരണം എന്തറിയോ, സാത്താൻ നമുക്ക് വേണ്ടി വലവിരിച്ച് കാത്തിരിക്കും. കർത്താവിൻ്റെ വചനം പറയുന്നില്ലേ, അലറുന്ന സിംഹം പോലെ, പല്ലുപോയ സിംഹമാ എന്നാലും ഗർജിക്കും. അവൻ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങുകൊണ്ടെന്ന് നോക്കാൻ വേണ്ടി കാത്തിരിക്കുക. അത് സത്യമാ. എവിടെയെങ്കിലും തർക്കം നോക്കുക. അതിന് ഞാൻ കർത്താവിൽ വന്നതിന് ശേഷമാണ് ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ കാല് എന്നതിന് ശേഷം ഞാൻ ഹോസ്റ്റലായിരുന്ന സമയത്ത് തന്നെ ഇൻഫെക്ഷനായി, അകത്ത് ഇൻഫെക്ഷനായി. പണ്ടെങ്ങാണ്ട് ക്രിക്കറ്റ് കളിച്ചപ്പോൾ ചതഞ്ഞതാ. രക്തക്കുറവുണ്ടായപ്പോൾ അകത്ത് ഇൻഫെക്ഷനായി, പഴുത്തു. പിന്നെ നടക്കുന്നതൊക്കെ ഇങ്ങനെ ഒരു എഴുതി. അപ്പോൾ എല്ലാവരും പറഞ്ഞു, സിനിമാ നടൻ നടക്കുന്ന പോലെ നടക്കുമെന്ന് പറഞ്ഞു. ഏതോ ഒരു നടനുണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ, ആ നടൻ നടക്കും പോലെ ഞാനിങ്ങനെ ഒരു ഈ സൈഡാന്ന് തോന്നുന്നു, എനിക്ക് മറന്നുപോയി കേട്ടോ. അപ്പോൾ ഒരു ഇങ്ങനെ സൈഡ് ഇങ്ങനെ ചെരിഞ്ഞും ഒരു കാലേന്തിയൊക്കെ ഞാൻ നടക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ നടക്കുന്ന കാലഘട്ടത്തിൽ അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ അകത്ത് മൊത്തം പഴുപ്പാ. ഈ തുടയലിൻ്റെ അടുത്ത് വരെ എത്തിക്കഴിഞ്ഞു. ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഈ കാല് മുറിച്ച് കളയേണ്ടി വരും. ഉടനെ ഓപ്പറേഷൻ ചെയ്തു. ഒരു വലിയ ഒരു ബേസ്, ഇത് നിറയെ അവരൊരു പ്രത്യേക ട്രേ ഉണ്ട്, അത് നിറയെ ഇൻഫെക്ഷൻ, പഴുപ്പ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അറിയുന്നില്ല, എൻ്റെ അച്ഛനമ്മ ഒത്തിരി വിഷമിച്ചു. ദാനധർമ്മം ചെയ്യാൻ പോയതാ. ദാനധർമ്മം ചെയ്യേണ്ടെന്നല്ല, ചെയ്യണം, പക്ഷേ ബുദ്ധിപൂർവ്വം ചെയ്യണം. അവിടെയും ചതി കിട്ടും. ആമേൻ. ചതിക്കാൻ സാത്താൻ എവിടെയെല്ലാം വലവിരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഒത്തിരി കാര്യമുണ്ട്, അത് പറയാൻ സമയമില്ല, ഞാൻ പോട്ടെ. വേഗത്തിൽ പറയാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ആമേൻ. അപ്പനമ്മ പറയുന്നത് അനുസരിക്കണം, ദൈവം പറയണത് അതിനേക്കാൾ അത് അനുസരിക്കണം. ആമേൻ. ചില മാതാപിതാക്കൾ കർത്താവിലുള്ളവരായിരിക്കില്ല, അവരെല്ലാം പറയണത് ശരിയാവണമെന്നില്ല. പക്ഷേ കർത്താവിലുള്ള മാതാപിതാക്കൾ പറയണത് അനുസരിക്കണം. ആമേൻ. തീർച്ചയായിട്ടും ഇല്ല, നമ്മൾ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ ഞാൻ പോയി, പിന്നെ കാലെല്ലാം ഇതായി, പിന്നെ ഈ മുറിവ് ഉണങ്ങുന്നില്ല. പക്ഷേ കർത്താവിൽ വന്നതിന് ശേഷം ഒരു ദൈവദാസൻ എൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, അല്ല മകനെ, നിൻ്റെ അംഗങ്ങളിലൊന്നിനെ എടുക്കുവാൻ പിശാച് എന്നോട് വാദിച്ചു. ഞാൻ അനുവദിച്ചില്ല. കാരണം എന്താ അറിയാമോ, നീ എനിക്ക് വേണ്ടി ഓടണം, വളരെ ദൂരത്തിലേക്ക് പോകണം. സത്യമായി പ്രിയപ്പെട്ടവരെ, ജമ്മു കാശ്മീർ വരെ പോയി. ഇന്ന് യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളെല്ലാം ഞാൻ പോയിട്ട് സുവിശേഷ വേല ചെയ്തതാ. ഹല്ലേലൂയ.
കർത്താവിനെ ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി. വിശ്വസിച്ച് ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് അവനോട് ഇന്ന് ഞാൻ യേശുവിനെ മനസ്സിലാക്കിയിട്ടുണ്ട്, പരിപൂർണമായി മനസ്സിലാക്കി. യേശുവാണ് എൻ്റെ സൃഷ്ടാവ്, യേശുവാണ് എൻ്റെ രക്ഷകൻ, യേശുവാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്, നാഥൻ. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കൃഷ്ണമാരെ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞപ്പോൾ ആ മാരുവേനസ് കോളേജ് ക്യാമ്പസിൽ അന്ന് അവധിയായിരുന്നു. മരത്തിൻ്റെ തണലിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ കൃഷ്ണമാർ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, എനിക്ക് അങ്ങനെ അറിയത്തില്ല, എൻ്റെ പൂർവികരെല്ലാം മാന്ത്രികരും ദുഷ്ടരൊക്കെ ആയിരുന്നു, ഞാനും ജനിച്ചത് ദുഷ്ടതയിലാണ്, എന്നെ രക്ഷിക്കണേ കർത്താവേ എന്ന് ഞാൻ ഹൃദയംഗമായി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നമ്മൾ ഇരിക്കുന്ന അവസ്ഥയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. ഹല്ലേലൂയ. നമ്മൾ മനസ്സിൽ മോടി പിടിപ്പിച്ച വാക്കുകൾ പറയണമെന്ന് ഒരു നിർബന്ധമില്ല. ഹൃദയത്തിൽ, അതായത് മനസ്സിൽ നിന്നും സത്യസന്ധമായിട്ട് പറയുന്ന വാക്ക് ദൈവം കേൾക്കും. ആമേൻ. ഒരു അലങ്കാരം വേണ്ട, യേശുവിൽ അങ്ങ് വിശ്വസിച്ചാണ്ടാ മതി. കൊച്ചു കുഞ്ഞിനെ പോലെ നമ്മൾ പറഞ്ഞാൽ ദൈവം കേട്ടിരിക്കും. അച്ഛാ എന്നോട് ക്ഷമിക്കപ്പാ, എനിക്ക് താ കർത്താവേ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ രീതിയിൽ ഞാൻ ചോദിച്ചു. ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. കരഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. എനിക്ക് അറിഞ്ഞുകൂടെ എന്തിനാണ് ഞാൻ കരയുന്നതെന്ന്. പക്ഷേ എനിക്ക് ഭയങ്കര വിഷമം. കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ആദ്യമായിട്ട് ഞാൻ വിഷൻ കണ്ടു. അന്ന് മുതൽ ഇന്ന് വരെ വിഷനാ. ആമേൻ. ആദ്യമായിട്ട് ഞാൻ കണ്ട വിഷൻ എന്താണെന്നോ പ്രിയപ്പെട്ടവരെ, അങ്ങ് ദൂരെ ആകാശം കണ്ടു, മേഘങ്ങളെ കണ്ടു. മേഘങ്ങളുടെ മുകളിൽ അല്ലെങ്കിൽ അങ്ങ് ദൂരത്തിൽ നിന്ന് മേഘങ്ങളെ തുളച്ച് നീക്കിക്കൊണ്ട് നടുവിലൂടെ ഒരു പ്രകാശകിരണം എന്നിലേക്ക് വരുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രകാശം എന്നിലേക്ക് ഇങ്ങനെ എൻ്റെ സൈഡിലേക്ക് വരിക, എന്നെ നോക്കി വരിക. അത് കാണുന്ന സമയത്ത് തന്നെ മറ്റൊരു അത്ഭുതം സംഭവിച്ചു. എൻ്റെ ശരീരത്തിൽ അത്രയും നാളുണ്ടായിരുന്ന ഒരു ദുരാത്മാവ് ചാടി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നമ്മൾ കർത്താവിനെ അടുത്ത് ചെന്നാലേ പിശാച് പോകത്തുള്ളൂ. ഇത് സത്യമാ. അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് മാറുമ്പോൾ പിശാച് വന്ന് കയറും. ഇത് ഭയങ്കര സത്യമാണ്. ആമേൻ. ഏത് രീതിയിലാണ് വന്ന് കയറുന്നു ആർക്കും അറിയത്തില്ല. നമ്മൾ വിചാരിക്കും എല്ലാം ഓക്കെയാന്ന്. പക്ഷെ അങ്ങനെയല്ല. ഇന്ന് കർത്താവിനെ തള്ളിയിട്ട് പോയവരെല്ലാം ഉള്ളിൽ പിശാച് കയറിയിരിക്കുക. ഹല്ലേലൂയ. അങ്ങനെ അവർ ആ പ്രകാശകരണം വന്നപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു പ്രത്യേക രൂപം, ഒറ്റച്ചാട്ടം. ആ ചാടിയപ്പോൾ ഹല്ലേലൂയ, അത്രയും വേഗത്തിലായി ഈ പ്രകാശകരണം വന്ന് മൈക്രോ സെക്കൻഡിനുള്ളിൽ എൻ്റെ ശിരസിന്മേൽ പതിച്ചു. പെട്ടെന്നൊരു ഷോക്ക്, ഇലക്ട്രിക് ഷോക്ക് എൻ്റെ ശരീരത്തിൽ അനുഭവപ്പെട്ടു. ഹല്ലേലൂയ. എന്താണെന്നറിയാവോ, എൻ്റെ ഉള്ളിലൊരു പിശാച്, അനുസരണം കെട്ട പിശാച്, ദുഷ്ടപിശാച്, പാരമ്പര്യ ശക്തി അതുണ്ടായിരുന്നു. അതിനെ ഓടിക്കണമെങ്കിൽ വരണം ഒരു ഇലക്ട്രിക് ഷോക്ക്. ആമേൻ. അത് വന്ന് എൻ്റെ ശിരസിന്മേൽ പതിച്ചു. ശരീരം മൊത്തം ഷോക്ക് അടിച്ചു. അപ്പോൾ തന്നെ ഞാൻ ഹല്ലേലൂയ, കർത്താവിന് മഹത്വം ഉണ്ടായിട്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഭയങ്കര സന്തോഷവാനായി തീർന്നു. ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പോൾ കണ്ണെല്ലാം നനഞ്ഞ് ഞാൻ കണ്ണൊക്കെ തുടച്ച് എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ എനിക്ക് മറ്റൊരു അത്ഭുതം എന്നെ കാത്തിരിക്കുമായിരുന്നു. ഞാൻ കണ്ട മരങ്ങൾ, എല്ലാ ദിവസവും ഞാൻ അവിടെ വഴി പോകുന്നതാണ്. ആ ബിൽഡിങ്ങിന് എനിക്ക് കാണാം, മരങ്ങളെ കാണാം. പക്ഷേ അന്ന് ആദ്യമായിട്ട് ഞാനൊരു മരത്തെ അതിൻ്റെ മനോഹരതയിൽ കണ്ടു. ഹല്ലേലൂയ. അതിൻ്റെ മരത്തിലെ ഇലകളൊക്കെ അല്ലെങ്കിൽ പ്രകാശകിരണങ്ങൾ അതിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഭയങ്കര നല്ല, എന്താ പറയുക, ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നി, മനോഹരമായിട്ട് തോന്നി. ഹല്ലേലൂയ. ബിൽഡിങ്, ഹല്ലേലൂയ. എനിക്ക് ആകാശം കണ്ടപ്പോഴും മനോഹരം, എല്ലാം പുതിയതായിട്ട്, എല്ലാം നല്ല, എന്താ പറയുക, സുന്ദരമായിട്ട് തോന്നി. അപ്പം ഞാൻ പറയാം, കൃഷ്ണന്മാരെ, എല്ലാം നല്ല മനോഹരമായിരിക്കുന്നല്ലോ. ഇന്ന് വരെ ഞാൻ ഈ മരത്തെ ഇത്രയും സുന്ദരമായിട്ട് കണ്ടിട്ടില്ലല്ലോ. എത്ര പ്രകാശകിരണം അതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ആ ഇലകളൊക്കെ എന്ത് മനോഹരമായിരിക്കുന്നൊക്കെ പറഞ്ഞപ്പോഴൊക്കെ അത് പുതിയതായില്ല ബാല, നീയാണ് പുതിയതായത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാം ക്രിസ്തുവിലായാൽ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. നാം പുതിയ സൃഷ്ടിയാകും. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ എത്ര നല്ലവനാ പ്രിയപ്പെട്ടവരെ. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ അഭിഷേകം കിട്ടി. അതിനുശേഷം ഞാൻ വീട്ടിൽ ആദ്യമായിട്ട് ചെല്ലുന്ന ഒരു സമയത്ത്, അതിന് മുമ്പ് ഞാൻ സ്നാനപ്പെടുവാനിടയായി. സ്നാനപ്പെട്ടതിന് ശേഷം കർത്താവിന് മഹത്വം. സ്നാനപ്പെടുന്നതിന് മുമ്പ് എനിക്ക് അഭിഷേകം പൂർണ്ണമായി കിട്ടി. അത് ചരൽക്കുന്നിൽ ഒരു ക്യാമ്പിൽ ഞാൻ ചെന്നു. ഈ രക്ഷിക്കപ്പെട്ട് ആ ദിവസം ഒരു മാസത്തിനുള്ളിൽ തന്നെ ചരൽക്കുന്ന് ക്യാമ്പിൽ വെച്ച് ഏകദേശം 300ഓളം സ്റ്റുഡൻസ് ഉണ്ട് ആ ക്യാമ്പിൽ. ICPF ക്യാമ്പ് എന്ന് പറയുക, ആ ക്യാമ്പിൽ വെച്ച് എനിക്ക് അഭിഷേകം ലഭിക്കുവാനിടയായി. ഞാൻ ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് അഭിഷേകം വേണം. അവിടെ ഒരു പാട്ട് പാടി ഒരു ദേവദാസൻ, നോർത്ത് ഇന്ത്യയിൽ സുവിശേഷം ചെയ്യുന്ന ദേവദാസൻ, അദ്ദേഹം പറഞ്ഞു, കോൻ ജായേഗ കോൻ മേരെ ലിയേ എന്നൊരു പാട്ട്. നിങ്ങൾക്ക് അറിയാമോ പാട്ട്? कौन जाएगा कौन मेरे लिए प्रभु तू मुझको भेज मैं जाऊंगा എന്ന പാട്ടാ. എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി ആര് പോകുന്നു യേശു വിളിക്കുക. അപ്പം ഞാൻ പോകാൻ കർത്താവേ എന്ന് പാട്ടുകാരൻ പറയുക. അങ്ങനെ പറയുന്ന പാട്ട് ഞാൻ പറയുക, ഞാനും പോകാൻ കർത്താവേ. ആമേൻ. യേശുവിനെ ഞാൻ അറിഞ്ഞു, യേശുവിനായിട്ട് ഞാൻ ജീവിക്കും, ഞാനും പോകാമെന്ന് പറഞ്ഞപ്പോൾ ആത്മാവ് എന്നെ വന്ന് തൊട്ടു. എനിക്ക് അഭിഷേകം കിട്ടിയപ്പോൾ ഞാൻ പാട്ട് പാടിയ പാട്ട് മാറി വേറെന്തോ പറയാൻ തുടങ്ങി. ആമേൻ. അന്യഭാഷ പറയാൻ തുടങ്ങി. ഭയങ്കര ഒരു സന്തോഷം വന്നു.
ആമേൻ. പ്രിയപ്പെട്ടവരെ, വീണ്ടും ദൈവം എന്നെ അഭിഷേകം ചെയ്തു. ദൈവത്തിൻ്റെ മക്കളെ ഒരു പ്രാവശ്യം മാത്രമല്ല, അഭിഷേകം നിരന്തരമാണ്. അത് വന്നുകൊണ്ടേയിരിക്കും, റീചാർജ് ചെയ്തുകൊണ്ടേയിരിക്കണം. ആമേൻ. ഈ അഭിഷേകം എന്നുള്ളത് ഒരു പ്രാവശ്യം കിട്ടിയെന്ന് പറഞ്ഞ് അങ്ങ് വർഷങ്ങളോളം നീട്ടി നിൽക്കുന്നതല്ല. അഭിഷേകം ഫ്രീക്വൻ്റായിട്ട് അല്ലെങ്കിൽ പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. ഈ ഉപവാസ പ്രാർത്ഥനകൾ അഭിഷേകം പുതുക്കാനുള്ള സമയങ്ങളാണ്. ആമേൻ. നമ്മുടെ അഭിഷേകങ്ങൾ പുതുക്കണമെങ്കിൽ നമ്മുടെ മാലിന്യങ്ങളെ പൊടിതട്ടി ഒന്ന് എടുക്കണം. ആമേൻ. പെട്രോമാക്സ് ലൈറ്റ് അല്ലെങ്കിൽ റാന്തൽ വിളക്ക് കത്തി പുകപടലം ഇരിക്കുമ്പോൾ അതൊന്ന് കഴിയുക, ഗ്ലാസ് തുടച്ചെടുക്കും പോലെയാ ഉപവാസ പ്രാർത്ഥനകൾ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. അഭിഷേകം കിട്ടി, അല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം എനിക്കൊരു ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തു. പക്ഷേ പ്രിയപ്പെട്ട, ഞാൻ സമർപ്പിച്ചാലും ദൈവത്തിൻ്റെ വേലയ്ക്ക് ഇറങ്ങുന്നത് നിസ്സാരമല്ല. ഇവിടെ ഇരിക്കുന്ന ദൈവാസനോ അല്ലെങ്കിൽ ഞങ്ങളോ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി വേല ഇറങ്ങി ഒരിക്കൽ ഞങ്ങൾ ചിന്തിച്ചു, ഒരിക്കൽ ഇറങ്ങി എന്നല്ല. അതിനു മുമ്പിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ട്, നമ്മളെ തടയുന്ന ഒത്തിരി ശക്തികളുണ്ട്, ഒത്തിരി മിസ്ഗൈഡ് ചെയ്യപ്പെടും. ഇതൊക്കെ സത്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അങ്ങനെ ഹല്ലേലൂയ ഞാൻ നോക്കുമ്പോൾ പാസ്റ്റേഴ്സ് എല്ലാം കഷ്ടപ്പെടുക. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി സംഭവം നല്ല സേഫ് ആക്കിയിട്ട് സുവിശേഷ വേല ചെയ്യാം. ആമേൻ. എല്ലാവരും ചിന്തിക്കും പോലെ ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഞാൻ മലേഷ്യയിൽ പോയി, പണി കിട്ടി, ചതി പറ്റി. ഹല്ലേലൂയ. അവിടെ വെച്ച് ഞാൻ വിശ്വാസം പഠിച്ചു. പ്രിയപ്പെട്ടവരെ, നീ എനിക്ക് വേണ്ടി ഇറങ്ങിയാൽ ഞാൻ നിന്നെ കരുതുന്ന ദൈവമാണെന്ന് ദൈവം അവിടെ പഠിപ്പിച്ചു. നീ എൻ്റെ നാമത്തിൽ ഞാൻ പറഞ്ഞ അനുസരിച്ചാൽ നിന്നെ ഒരു നാളും കൈവിടുകയില്ലെന്ന് ദൈവം പറഞ്ഞു. സത്യമാണ് പ്രിയപ്പെട്ടവരെ. 10 മാസം ഞാൻ അവിടെ നിന്ന് വിശ്വാസം പഠിച്ച് തിരിച്ചു മടങ്ങി വന്നു. കഥകൾ ഒത്തിരിയാണ്, പക്ഷേ ഷോർട്ടായിട്ട് പറയട്ടെ. അതിനുശേഷം ഞാൻ വീണ്ടും ഉപവാസ ഒരു പ്രാർത്ഥനയ്ക്ക് ഇരുന്നു. കർത്താവിന് സ്തോത്രം. ഞാൻ സ്കൂൾ ഓഫ് റേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു. ആ ക്ലാസ്സിൽ വെച്ച് യേശുവിൻ്റെ രക്തം എന്ന ക്ലാസ് എന്നെ വളരെ ടച്ച് ചെയ്തു. യേശു നമുക്ക് വേണ്ടി രക്തം ചിന്തി അവസാനത്തുള്ളിൽ രക്തം വരെ തന്നു. ഞാൻ യേശുവിന് എന്ത് കൊടുത്തു? ഹല്ലേലൂയ. ഞാൻ അങ്ങനെ ഒടുവിൽ ഹല്ലേലൂയ ഞാൻ തീരുമാനിച്ചു ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാം. അങ്ങനെ ഞാൻ ജഗതിയിലെ ഒരു റൂം എടുത്തു. എൻ്റെ ഫ്രണ്ട് ഞാൻ മാത്രമേ എത്തുള്ളൂ. റൂമിൽ ഞാൻ 1 മാസത്തേക്ക് ബുക്ക് ചെയ്തു. എൻ്റെ കയ്യിൽ കുറേ പൈസ ഉണ്ടായിരുന്നു. ആ പൈസ വെച്ച് 1 മാസത്തെ ബുക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാൻ വന്നതാണ്. അവരും പറഞ്ഞു ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോ, ഞങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നവരാ. ആമേൻ. അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥന തുടങ്ങി. ഒരു ചെറിയ മുറിയിൽ പ്രിയപ്പെട്ടവരെ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് വെള്ളം പോലും മിനറൽ വാട്ടറൊന്നും ഞാൻ എടുത്തില്ല, പൈപ്പിലെ വെള്ളമോ കുടിക്കുന്നത്. 1-ാം ദിവസം തന്നെ ഞാൻ ടയർഡായി. ഞാൻ കുറച്ച് ദിവസങ്ങളൊക്കെ ഉപവസിച്ചിട്ടുണ്ട്, 7 ദിവസമൊക്കെ ഉപവസിച്ചിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ എൻ്റെ അന്നത്തെ ഉപവാസം 1-ാം ദിവസം തന്നെ ഞാൻ വളരെ ക്ഷീണിതനായി. എനിക്ക് കണ്ണ് കാഴ്ച മങ്ങി, കാതിലെ കേൾവി മങ്ങി, എനിക്ക് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാതായി. ആകെ തളർന്നൊരവസ്ഥ. ഞാൻ വിചാരിച്ചു ഞാൻ മരിച്ചു പോകും. ആമേൻ. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, ദൈവ സന്നിധിയിൽ നമ്മൾ പോകുമ്പോൾ തടസ്സങ്ങൾ വരും, ബാരിയേഴ്സ് ഉണ്ടാവും. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ദൈവത്തിൻ്റെ എന്തോ അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ പോകുകയാണ്. നിങ്ങൾ ദൈവത്തോട് അടുക്കുന്തോറും നിങ്ങൾക്ക് വീട്ടിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശാസിച്ചിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക. നിങ്ങളുടെ കുടുംബത്തിൽ ചില വിടുതൽ സംഭവിക്കാൻ പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ ചില നന്മകൾ വരാൻ പോവുക. നിങ്ങൾക്ക് ചില അഭിഷേക ശക്തി ദൈവത്തിൻ്റെ പകർച്ച നിങ്ങൾക്ക് വരാൻ പോകുകയാണ്. അതുകൊണ്ടാണ് ഈ തടസ്സം. ആമേൻ. അത് സത്യമാണ് പ്രിയപ്പെട്ടവരെ. അത്രയും തടസ്സമുണ്ടായി. എൻ്റെ കാല് വേദന എടുത്തു, എൻ്റെ തലയ്ക്ക് പെരുപ്പുണ്ടായി. ഞാൻ ചെറിയൊരു റൂം തുച്ഛമായ പൈസയ്ക്ക് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ തല ബെഡിൽ വെച്ച് കിടന്നുറങ്ങി. 1 ദിവസം കഴിച്ചു പോയി. പിറ്റേ ദിവസമായപ്പോൾ ആദ്യത്തെ ദിവസത്തെക്കാളും ഭയങ്കര കഷ്ടം. ആമേൻ. എനിക്കാണെങ്കിൽ ബൈബിൾ വായിക്കാൻ കഴിയത്തില്ല, കണ്ണ് കാണുന്നില്ല, വല്ലാത്ത അവസ്ഥ. ഞാൻ വിചാരിച്ചു മിക്കവാറും ഇന്ന് രാത്രി എൻ്റെ ശവം എടുക്കേണ്ടി വരുമോ. മനസ്സ് പറയുക, പിശാച് പറയുക. ഞാൻ പറഞ്ഞു, പിശാചേ, എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്, യേശു എന്നെ കൈവിടില്ല. ആമേൻ. പ്രിയപ്പെട്ടവരെ, ധൈര്യം നമ്മൾ സംഭരിച്ചെടുക്കണം. പലപ്പോഴും യേശു നമ്മളെ ഒറ്റയ്ക്ക് വിട്ട് നോക്കും. യേശു ആ സമയത്ത് മിണ്ടത്തില്ല, യേശു ഒന്നും സംസാരിക്കത്തില്ല. ആമേൻ. അത് അവിടെയാണ് വിശ്വാസത്തിൻ്റെ ശോധന. എൻ്റെയും നിങ്ങളുടെയും വിശ്വാസത്തിൻ്റെ ശോധനയിൽ നമ്മൾ ജയിക്കണം. ആമേൻ. ശോധന ചെയ്യാൻ ദൈവത്തിന് അവകാശമുണ്ട്. ആമേൻ. ചിലപ്പോൾ എന്നെപ്പോലെ തന്നെ ഉപവാസത്തിലിരിക്കുമ്പോൾ ആണോന്നില്ല, പലതരം ശോധനകൾ വരും. ചിലപ്പോൾ രോഗം വന്നിട്ടായിരിക്കും, ചിലപ്പോൾ കുടുംബത്തിലെ പ്രശ്നമായിരിക്കും, പ്രതികൂലമായിരിക്കും. ചിലപ്പോൾ നിങ്ങളെ ജപിക്കേണ്ട ജോലി ലഭിക്കാതിരിക്കുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ പഠനത്തിൽ വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും. പല രീതിയിൽ നമുക്ക് പ്രതികൂലം വരും. അപ്പോഴെല്ലാം ദൈവത്തെ നമ്മൾ മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. യേശുവിനെ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. അങ്ങനെ കർത്താവിന് സ്തോത്രം. ഞാൻ മുറുകെ പിടിച്ച് ദൈവസന്നിധിയിൽ പറഞ്ഞു, കർത്താവ് എന്നെ അഭിഷേകം ചെയ്തല്ലാതെ ഞാൻ പോകത്തില്ല. എന്നെ എന്നെ ഇൻസ്പയർ ചെയ്തത് ആരാന്നറിയാമോ? യാക്കോബ്. യബ്ബോക്ക് നദിക്കരയിൽ യാക്കോബിന്റെ പ്രാർത്ഥന എന്നെ വളരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ദൂതൻ വന്നു, ദൂതനോട് മല്ലിട്ടു. ദൂതൻ പറഞ്ഞ് തളർത്താൻ നോക്കി, എന്നിട്ടും യാക്കോബ് പ്രാർത്ഥിച്ചു. ഒടുവിൽ ദൂതനെയും വിട്ടില്ല. ആമേൻ. അങ്ങനെ ഇസ്രായേലായി മാറി, പേര് ലഭിച്ചു. കർത്താവിന് മഹത്വം. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവിന് അഭിഷേകം പ്രാപിക്കാതെ ഞാൻ മുന്നോട്ട്, എനിക്കൊരു ക്ലാരിറ്റി വേണം, അത് എനിക്കൊരു ദർശനം വേണം, എനിക്ക് ദൈവത്തിൻ്റെ ആലോചന വേണം. അതില്ലാതെ ഞാൻ ഇനി കർത്താവിനെ വിടത്തില്ല.
ഇവിടെ മരിച്ചാലും മരിച്ചോട്ടെ, നോ പ്രോബ്ലം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ 2-ാം ദിവസം ഉച്ച സമയം തളർന്ന് ഞാൻ പ്രാർത്ഥിച്ച് തലവെച്ച് അവിടെ കിടന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം അന്ന് സംഭവിച്ചു. ഹല്ലേലൂയ. ഞാൻ മയങ്ങി കിടന്ന സമയത്ത് ഒരു മനുഷ്യൻ, ഒരു ഇലക്ട്രിസിറ്റി, നമ്മുടെ ശരീരത്തിൽ ഇലക്ട്രിസിറ്റി നമുക്ക് ഷോക്ക് അടിക്കും. പക്ഷേ എനിക്ക് ഷോക്ക് അടിക്കുന്നുണ്ടെങ്കിലും എനിക്ക് താങ്ങാൻ പറ്റുന്നുണ്ട്. എൻ്റെ ശരീരത്തിലേക്ക് മനുഷ്യൻ ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് കയറി. ഹല്ലേലൂയ. ഇങ്ങനെ പ്രവേശിക്കുക. അതിന് മുമ്പ് എനിക്കൊരു ആക്സിഡൻ്റ്, എൻ്റെ കണ്ണൊക്കെ കാഴ്ച കുറച്ച് മങ്ങി, അത് പറയാൻ വിട്ടുപോയി. അല്ലെങ്കിൽ ആ കാഴ്ച മങ്ങിയത് ഞാൻ ഈ മനുഷ്യൻ കയറിയപ്പോൾ എനിക്ക് കാഴ്ചയൊക്കെ നോർമലായി. ഹല്ലേലൂയ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു മിറക്കിൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഒരു സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിൽ പ്രവേശിക്കുന്നത്, മതി കർത്താവേ എന്ന് പറഞ്ഞപ്പോൾ പതുക്കെ ഡിറ്റാച്ചായി, പതുക്കെ അത് വേർപെട്ടു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആഗ്രഹിക്കുന്നുള്ളങ്ങളെ നിറയ്ക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കണ്ടിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും തന്നെ നിങ്ങൾക്ക് അസാധ്യമാകയില്ല. ഇത് സത്യമാ. ആമേൻ. യേശു കർത്താവ് അന്ന് എന്നെ അഭിഷേകം ചെയ്തു. ആ അഭിഷേകത്തിൻ്റെ ശക്തി, ഹല്ലേലൂയ, ഞാൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഞാൻ വിഷനാ കണ്ടത്. ഞാൻ അന്ന് വരെ കാണാത്ത സ്ഥലങ്ങൾ കാണുവാൻ തുടങ്ങി. അത് വേറൊന്നുമല്ല, പിന്നീട് ഞാൻ ചെന്നു. അവിടെ ദൈവം എന്നോട് പറഞ്ഞു, ഈ സ്ഥലം ജമ്മു കാശ്മീരാണ്. ഹല്ലേലൂയ. ജമ്മു ആൻഡ് കാശ്മീരിലെ അന്ധകാരം നിറഞ്ഞ സ്ഥലത്ത് നീ പോകണമെന്ന് ദൈവം കാണിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ അങ്ങനെ ഹല്ലേലൂയ അന്ന് തന്നെ ഉപവാസം കംപ്ലീറ്റ് ചെയ്ത് പിറ്റേ ദിവസം തന്നെ ടിക്കറ്റ് എടുത്ത് പോകുവാനിടയായി. ദൈവത്തിന് സ്തോത്രം പറയട്ടെ. അന്ന് മുതൽ എൻ്റെ യാത്ര തുടങ്ങി. അതുവരെ ഞാൻ ഈ സുവിശേഷ വേല എത്തുവാൻ വളരെ തടസ്സങ്ങളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വേലയ്ക്ക് സമർപ്പിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ യഥാർത്ഥമായ വേല ചെയ്യണമെങ്കിൽ അത് ദൈവകൃപയാലേ പറ്റത്തുള്ളൂ. ആമേൻ. സുവിശേഷ വേല സത്യത്തിൻ്റെ ആത്മാവിനാലേ പറ്റത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ സമർപ്പിച്ചു പോയി. ഇതിനു മുമ്പിൽ എൻ്റെ ഈ അഭിഷേകം പ്രാപിച്ച സമയത്ത് ഞാൻ ഭവനത്തിൽ ചെന്നപ്പോൾ ഒരു ചെറിയ ഇൻസിഡൻ്റ് ഉണ്ടായി. അത് ഞാൻ പറയട്ടെ. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ വീട്ടിൽ പഠിക്കൽ കാല് വെക്കുന്ന മുമ്പ് കോട്ടേഴ്സാണ്, KSCB കോട്ടേഴ്സാണ്, വാഴത്തോപ്പ് ഇടുക്കി എന്ന സ്ഥലത്താണ്. അവിടെ കോട്ടേഴ്സിൽ വീട്ടിൽ കാല് വയ്ക്കുമ്പോൾ എൻ്റെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, അകത്തുള്ള ശക്തികളൊക്കെ പുറത്താക്കാൻ പറഞ്ഞു. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിച്ചു, യേശുവിനത്തിൽ ആത്മശക്തികളെല്ലാം മാറിപ്പോ. അന്ന് അത് സംഭവിച്ചു. 3 ദിവസത്തിനുള്ളിൽ എൻ്റെ വീട്ടുകാരെല്ലാം സ്വപ്നം കണ്ടു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മഹത്വം അവരെല്ലാവരും ദൈവത്തിൻ്റെ മഹത്വം കണ്ടു. ആ സ്വപ്നത്തിൽ പല ഇതാണ് കാണിച്ചത്. ആ ലോകത്തിൻ്റെ ശക്തികളെല്ലാം പുറത്തു പോവുക. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ എവിടെ ചെന്നാലും അവിടെ ദൈവശക്തി വ്യാപരിക്കും. എവിടെ നിങ്ങൾ ഹല്ലേലൂയ ആവശ്യബോധത്തോടെ വിശ്വാസത്തോടെ നിങ്ങളൊന്ന് കറങ്ങിയാൽ അല്ലെങ്കിൽ നിങ്ങളൊന്ന് സ്പർശിച്ചാൽ അത് നിങ്ങളുടെ അവകാശമാണ്. ആമേൻ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഈ അവസരത്തിൽ കർത്താവ് ജീവിക്കുന്ന ദൈവമാണെന്ന് സാക്ഷിയായിട്ടാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. അനവധി പേർ അണ്ടമാൻ നിക്കോബാർ ഐലൻഡിലും അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലും തമിഴ്നാട്ടിലും അതുപോലെ പഞ്ചാബിലും ഉത്തർപ്രദേശിലും ഹല്ലേലൂയ അനേക സ്ഥലങ്ങളിൽ സഭകൾ സ്ഥാപിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. ഒരിടത്ത് സഭകൾ സ്ഥാപിച്ച് അവിടെ ഒരു 3 വർഷത്തിനുള്ളിൽ ഒരു 50, 60, 100 ആത്മാക്കൾ വരും. ഹല്ലേലൂയ. ആത്മാക്കളോടുകൂടെ ഒരു ദൈവദാസനെ ഏൽപ്പിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകും. ദൈവം എന്നെ അങ്ങനെ വഴി നടത്തിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എവിടെയെല്ലാം അന്ധകാരമുണ്ടോ, എവിടെയെല്ലാം ദൈവദാസന്മാർ എത്തിയിട്ടില്ലയോ അവിടെയെല്ലാം ചെന്ന് ആ ശക്തികളെ പുറത്താക്കി അവിടെ ദൈവസഭ സ്ഥാപിക്കുക എന്നാണ് എൻ്റെ ദൗത്യം. ആമേൻ. ദൈവനെ അഭിഷേകം ചെയ്തത് അതിനു വേണ്ടിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ ഹല്ലേലൂയ ഞാൻ ഒരു കാലഘട്ടം വരെ പൂജിച്ചുകൊണ്ടിരുന്ന സകല ശക്തികളും യേശുവിന്റെ നാമത്തിൽ മുട്ടുമടക്കുന്നത് ഞാൻ കണ്ടു. അനേകർ ശരീരത്തിൽ നിന്നും പുറത്തുപോയി. ഹല്ലേലൂയ. എന്തിനേറെ ജിന്നെന്ന് പറയുന്ന ഹല്ലേലൂയ ശക്തി, ഭൂതങ്ങൾ ഹല്ലേലൂയ എത്രയോ സ്ഥലങ്ങളിൽ പോയി പൂജിച്ചിട്ട് മാറാത്ത ജിന്ന് ഹല്ലേലൂയ യൗവനക്കാരുടെ ഉള്ളിൽ നിന്ന് പോകുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. ദൈവം അത്ഭുതകരമായി ഉപയോഗിച്ചു. ദൈവം ഇന്ന് ഉപയോഗിക്കുന്നു. ഇനി പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നിങ്ങളുടെ മുമ്പിൽ ഈ സാക്ഷ്യം പറയുന്ന സമയത്ത് കർത്താവിൻ്റെ വരവെടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വലിയ ശുശ്രൂഷകരെ അനവധി പേരെ ലോകത്തിൽ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക.